യുദ്ധമെന്നും ലോകരാജ്യങ്ങൾക്ക് തകർച്ചയും നഷ്ടവും ജീവന അപായപ്പെടുകയും എല്ലാം ചെയ്യുമ്പോൾ ഇസ്രയേലിന് യുദ്ധമെന്നും അനുഗ്രഹം. 2023 ഇസ്രായേൽ മക്കൾ വന്നത് ദൈവത്തെ ആരാധിക്കാനല്ല, അവരുടെ മ്യൂസിക്കൽ ഫെസ്റ്റ് ഡ്രഗ്സും മ്യൂസിക്കുമായിട്ടുള്ള പാർട്ടിയാണ് നോവ പാർട്ടി. ദൈവം ചിലത് അനുവദിക്കുന്നതിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. ഇത്രയും കൊടിയ പാപത്തിൽപ്പെട്ടവരെ പക്ഷെ സമൂഹത്തിൽ അവരെ കൊണ്ടു നടന്നാൽ ദൈവത്തിനറിയാം വിശുദ്ധ സന്തതി കറപ്റ്റഡായി പോവും. മനുഷ്യകുലത്തിന് ഇവരൊരു ഭീഷണിയാണ്. കാരണം ഇവരതുപോലെ പൈശാചിക ശക്തികൾക്ക് വേണ്ടി അവരെയും അവരുടെ ശരീരവും അവരുടെ സകല സിസ്റ്റവും അവർ വിറ്റ് കളഞ്ഞു. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോട് കൂടെ പാസ്റ്റർ റോയ് മാത്യു ഉണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധം അതൊരു സ്പിരിച്വൽ വാർഫെയർ ആണെന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചു. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ലോകത്തിലെപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നീതിമാനായ ദൈവം, സമാധാനപ്രിയനായ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ യുദ്ധങ്ങളെ അനുവദിക്കുന്നത്? എത്രയോ ആളുകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, എത്രയോ ആളുകൾ ക്രൂരമായി കൊല്ലപ്പെടുന്നു. നിസ്സഹായരായ ജനതകൾ, അവർ ചെയ്ത കുറ്റത്തിനല്ല പലപ്പോഴും ആ ജനങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത്. വെറും സാധാരണക്കാരായ ആളുകൾ യുദ്ധത്തിൽ ക്രൂരമായി കൊല്ലപ്പെടുന്നു. എന്തുകൊണ്ട് ദൈവം ഈ ക്രൂരത അനുവദിക്കുന്നു? എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ദൈവശാസ്ത്രം? പാസ്റ്റർ റോയ് മാത്യുവിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാണ്. എല്ലാ കാലഘട്ടങ്ങളിലും ഈ ചോദ്യം മനുഷ്യൻ ഉയർത്താറുണ്ട്. ഇപ്പോൾ അത് കുറച്ചും കൂടെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. ദൈവം ഇതിൻ്റെ എല്ലാം പുറകിലുണ്ടെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ, ദൈവിക പ്ലാനിനനുസരിച്ചാണ് ഈ ലോകത്തിൻ്റെ ചരിത്രം മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഉയരുന്ന സ്വാഭാവികമായ യുക്തിസഹമായ ഒരു ചോദ്യമാണ്, ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു? നിസ്സഹായരായ മനുഷ്യരെ ഇങ്ങനെ കൊന്നുകളയത്തക്ക നിലയിൽ ദൈവം എന്തിന് യുദ്ധങ്ങളെ അനുവദിക്കുന്നു? കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളെയും വന്ദനം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ സാങ്കുട്ടി പാസ്റ്ററോട്, ഹല്ലേലൂയ ചാനലിൽ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുക. പക്ഷേ ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മളുടെ നേരെ, നമ്മുടെ ദൈവസഭയ്ക്ക് നേരെയും നമ്മുടെ സമൂഹത്തിന് നേരെയും യുക്തിവാദികളായ അനേകർ ഉന്നയിക്കുന്ന, കൺഫ്യൂഷനാക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, ദൈവം യുദ്ധക്കൊതിയനാണ്, അല്ലെങ്കിൽ ദൈവം ഒത്തിരി യുദ്ധം അനുവദിച്ചിട്ടുണ്ട്, രക്തച്ചൊരിച്ചിലുകളുടെ ദൈവമാണ്. ഈ വിഷയം, ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ നേച്ചറും ദൈവത്തിൻ്റെ സിസ്റ്റവും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയണം. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ദൈവം നീതിമാനായ ദൈവവും നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. കർത്താവാണ് സുപ്രീം അതോറിറ്റി. കർത്താവിൻ്റെ കരങ്ങളിലാണ് സകലതും, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും സകലതും യഹോവയ്ക്കുള്ളതാകുന്നു, സകലതും അവൻ്റെ സൃഷ്ടിയാണ്. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ നേച്ചറും മനസ്സിലാക്കണമെങ്കിൽ അബ്രഹാമിൻ്റെ ചരിത്രങ്ങളിൽ കൂടെ നമ്മളൊന്ന് കയറി വരണം. അബ്രഹാമിൻ്റെ ചരിത്രങ്ങളിൽ കൂടെ എന്നിട്ട് കയറി വന്നിട്ട് എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഇത്ര ജാതികളെ നീക്കിക്കളഞ്ഞു, ചില ജാതികളെ നീക്കിക്കളയണ്ട, ചില ജാതികളെ നിങ്ങൾ നീക്കിക്കളഞ്ഞേര്, അല്ലെ ചില ജാതികളുടെ ഓർമ്മ പോലും വെച്ചേക്കല്ലെന്ന്. അതിൽ പ്രത്യേകിച്ചുള്ള കൂട്ടരാണ് അമാല്യക്. ഇത് നമ്മൾ അറിയണമെങ്കിൽ ആദ്യമേ ദൈവത്തിൻ്റെ നേച്ചർ അറിയണം. ദൈവത്തിൻ്റെ നേച്ചർ എന്തോ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിനകത്തോട്ട് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പേ തൊട്ട് തന്നെ ദൈവത്തിൻ്റെ ശത്രുവായ, ദൈവം സൃഷ്ടിച്ച തൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ പാപത്തിൽ വീഴിച്ച് ദൈവപദ്ധതികളിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞ ഒരു പൈശാചിക മണ്ഡലം, എന്നും കാണപ്പെടാത്തൊരു മണ്ഡലം ദൈവപ്രവർത്തികൾക്കെതിരെ ഉണ്ട്. എന്തെങ്കിലും പൈശാചിക ശക്തികൾക്ക് ഭൂമിയിൽ ചെയ്യണമെങ്കിൽ മനുഷ്യൻ്റെ ശരീരമാണ്. കാരണം മനുഷ്യൻ്റെ ശരീരം കൂടാതെ, പക്ഷേ ഭൂമിയുടെ അതോറിറ്റി ദൈവം കൊടുത്തത് മനുഷ്യന്. ഉൽപ്പത്തി പുസ്തകം 1:26-27 ആകയാൽ വരിക, നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക, അവർ ഭൂമിയുടെ മീതെയുള്ള സകല ജീവജല ജന്തുക്കളുടെ മീതെയും വാഴട്ടെ. വാഴുക എന്ന് പറഞ്ഞാൽ ഡൊമീൻ ചെയ്യാൻ, മറ്റൊരു സ്വർഗീയ കിങ്ഡത്തിന് വേണ്ടി ഈ ഭൂമിയെ ഭരിക്കുക. അതൊരു അധികാരത്തോടു കൂടെയുള്ളൊരു വാഴ്ചയാണ്, അല്ല ചുമ്മാതുള്ളൊരു വാഴ്ചയല്ല.
ആകാശത്തിൻ്റെ പറക്കുന്ന പറവകളുടെ മീതെ, അല്ലെ ആകാശത്തിൻ്റെ മീതെ, ഭൂമിയിൽ കൂടെ ഇഴയുന്ന എല്ലാ ഇഴജന്തുക്കളുടെയും മീതെ, സമുദ്രത്തിലുള്ള സകല ജീവജാല ജന്തുക്കളുടെ മേലും വാഴാൻ ദൈവം ഭൂമിയിൽ നിന്നെടുത്ത റോ മെറ്റീരിയലായ മനുഷ്യനാണ് ദൈവം ഈ അതോറിറ്റി കൊടുത്തത്. സ്പിരിറ്റ്സിന് ഒരിക്കലും, അവിടെ ഈവിൾ സ്പിരിറ്റ്സ് ഉണ്ട്, ആ സമയത്തും പൈശാചിക ശക്തികളുണ്ട്, അതിന് ഭൂമിയെ വാഴാൻ പറ്റത്തില്ല. കാരണം വാഴണമെങ്കിൽ ഭൂമിയിൽ നിന്നെടുത്തൊരു റോ മെറ്റീരിയലായ മനുഷ്യനെ കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനിൽ കൂടെ ദൈവത്തിന് വാഴാൻ പറ്റത്തുള്ളൂ. ഇന്നും പൈശാചിക ശക്തികൾക്ക് ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മനുഷ്യൻ്റെ ശരീരം വേണം. ഒന്നുകിൽ മനുഷ്യൻ്റെ ശരീരം വേണം, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾക്ക് വസിക്കാൻ അശുദ്ധ മൃഗങ്ങളുടെ ശരീരം വേണം. ഒന്നീ മനുഷ്യൻ്റെ ശരീരം വേണം, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾക്ക് മൃഗങ്ങളുടെ ശരീരം വേണം. അത് പറഞ്ഞു വരുമ്പോൾ ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. കാരണം ഇപ്പോൾ ഇത് മൃഗങ്ങളുടെ ശരീരം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ മൃഗങ്ങളിലേക്ക് അശുദ്ധാത്മാക്കളെ യേശുക്രിസ്തു തന്നെ പറഞ്ഞു വിടുന്നതായിട്ട് ഒരു ഭാഗം കാണുന്നു. അതല്ലാതെ മറ്റേതെങ്കിലും ഇടത്ത് ഈ മൃഗങ്ങളുടെ മേലെ അശുദ്ധാത്മാവിൻ്റെ, പക്ഷേ ബൈബിളിനകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. പക്ഷേ ഈ നമ്മൾ ആത്മീകമായിട്ട് പഠിക്കുമ്പോൾ ശരീരമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ മനുഷ്യന്റെ മീതെയാണ്, വ്യക്തിയോ മൃഗമോ, അതിൻ്റെ മീതെയാണ് പിശാച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്ന അവൻ്റെ സിസ്റ്റവും. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ആത്മാവ്, അതിന് ഒരു ശരീരമില്ല, അല്ല. ഈ സാത്താന്യ ശക്തികൾ അല്ലെങ്കിൽ പിശാചിൻ്റെ ഏജൻസ്, അവർ അദൃശ്യരാണ്, ആത്മാവിൻ്റെ രൂപത്തിലാണ്, അല്ലേ? ആത്മാക്കൾ, അശുദ്ധാത്മാക്കൾ. ആ അശുദ്ധാത്മാക്കൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലോ അല്ലെ ഒരു മൃഗത്തിൻ്റെ ശരീരത്തിലോ ആണെങ്കിൽ മാത്രമേ ഭൂമിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അതെ. അല്ലാത്തപ്പോഴും ഈ ആത്മാക്കൾ എവിടെയാണ് വസിക്കുന്നത്? അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, അന്തരീക്ഷത്തിലുണ്ടോ? പക്ഷേ അത് ഭൂമിയിൽ നീരോട്ടമുള്ള സ്ഥലത്ത് തണുപ്പന്വേഷിച്ച് നടക്കുമെന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പൈശാചിക ശക്തി വിട്ടുപോയി കഴിഞ്ഞാൽ, ഒരു ശരീരത്തിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിട്ടുപോയി കഴിഞ്ഞാൽ അത് ഭൂമിയിൽ എവിടെയെങ്കിലും ഊടാടി നടക്കാം. അതിന് ഭൂമിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ശരീരം വേണം. ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ശരീരം. അവൻ്റെ കിങ്ഡം ബിൽഡ് ചെയ്യണമെങ്കിൽ, ഭൂമിയിൽ അവൻ്റെ കിങ്ഡം ബിൽഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും മനുഷ്യരുടെയോ മൃഗത്തിൻ്റെയോ ശരീരം വേണം. അല്ലെങ്കിൽ അവ ഊടാടി നടക്കുകയായിരിക്കാം. ഞാൻ പല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിരിക്കുന്നത്, അതിന് എത്രയും പെട്ടെന്ന് അതിനെ നരകത്തിൽ നിന്ന് അസൈൻ ചെയ്ത് വിടുന്നത് എത്രയും പെട്ടെന്ന് ഒരു മനുഷ്യനെ പൊസസ് ചെയ്യാം. മനുഷ്യനെ പൊസസ് ചെയ്തെങ്കിൽ മാത്രമേ അവൻ്റെ കിങ്ഡം ആ വ്യക്തിയിൽ കൂടെ ഭൂമിയിൽ പണിയാൻ പറ്റത്തുള്ളൂ. അവൻ്റെ തോട്ട്സിനെ യൂസ് ചെയ്യും, അവൻ്റെ വികാരങ്ങളെ യൂസ് ചെയ്യും. അശുദ്ധമായിട്ടുള്ള വ്യക്തികളെയോ മൃഗങ്ങളെയോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ. ഭൂമിയിൽ ദൈവമാക്കിയ, ദൈവത്തിൻ്റെ സൃഷ്ടിയ മനുഷ്യൻ, ഭൂമിയുടെ മീതെ 3 കിങ്ഡത്തിൻ്റെ മീതെ ദൈവം അധികാരം കൊടുത്തു. പക്ഷേ ഈ കിങ്ഡത്തിൻ്റെ മീതെ അധികാരത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. ദൈവമാണ് സുപ്രീം അതോറിറ്റി. നമുക്ക് അബ്രഹാമിൻ്റെ ചരിത്രത്തിലോട്ട് തന്നെ ഓടി വരാം. അബ്രഹാമിൻ്റെ ചരിത്രം വരുമ്പോഴത്തേക്കിന് ഏകദേശം 10 ജാതികളെ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു ദൈവം കൊടുത്ത ഒരു ബൗണ്ടറിയുടെ കാര്യം പറഞ്ഞപ്പോൾ, അബ്രഹാമിന് കൊടുത്ത ബൗണ്ടറി ഇവിടെ പറയുന്നുണ്ട്. 18-ാം വാക്യം തൊട്ട്, അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ, അവിടെ അന്നേരമുള്ള കുറേ ജാതികളുടെ പേര് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിൻ്റെ ബൗണ്ടറി പറഞ്ഞു. 3 lakh സ്ക്വയർ മൈലാണ് 2 ബൗണ്ടറി. മിസ്രൈമെ നദി എന്ന് പറഞ്ഞാൽ നൈല് തൊട്ട് ഫ്രാത്ത് വരെയുള്ള ഇത്രയും വാസ്റ്റ് പ്ലേസിൻ്റെ സ്ക്വയർ കിലോമീറ്റർ എടുത്താൽ 3 lakh സ്ക്വയർ മൈലാണ് ദൈവം അബ്രഹാമിന് ഓഫർ ചെയ്തത്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന ജാതികളുണ്ട്. കേന്യർ, കെനിസ്യർ, കത്മോദിയർ, ഹിത്യർ, പെറിസ്യർ, റഫായിമർ, അമോര്യർ, കനാന്യർ, ഗിർഗസ്യർ, എബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ നിനക്ക് തന്നിരിക്കുന്നു. 10 ജാതികളുടെ പേരവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വേർഡ് കൂടെ പറഞ്ഞിട്ടുണ്ട്, അമോര്യരുടെ അക്രമം എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. അക്രമം എന്നല്ല, അകൃത്യമെന്ന്. അമോര്യരുടെ അകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല. അകൃത്യം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ 3ാമത്തെ ഡിഗ്രിയാണ്. പാപമുണ്ട്, ലംഘനമുണ്ട്, അകൃത്യമുണ്ട്. സിൻ, ട്രെസ്പാസ് ആൻഡ് ഇനിക്വിറ്റി. ഇതിന് 3. പാപം ചെയ്തുകൊണ്ടിരുന്ന വീണ്ടും അത് ലംഘനമാവും. ഏറ്റു പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ലംഘനമാവും. ലംഘനം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് അകൃത്യമാവും. ഇവിടെ പറഞ്ഞേക്കുന്നത് മനസാക്ഷിയുടെ ലെവലെല്ലാം കഴിഞ്ഞു. കാരണം പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്
ദൈവം ഇല്ലെങ്കിൽ പോലും അവൻ്റെ മനസാക്ഷിയിൽ ഒരു കുത്തൽ കിട്ടും. അതെ, നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത വ്യക്തിക്ക് മനസാക്ഷിയില്ലെങ്കിൽ അല്പം ബോധ്യം വരും. പക്ഷെ ആ ലെവലൊക്കെ കഴിഞ്ഞു. ഇവിടെ അകൃത്യം എന്ന് പറയുമ്പോൾ മനസാക്ഷിയുടെ ലെവലൊക്കെ പോയി. അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അത് അകൃത്യം എന്നുള്ള വേർഡാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ ജാതി ചെയ്തത് എന്തുവാന്ന് തെളിവായിട്ട് ബൈബിളിൽ നമുക്ക് കാണിക്കാം. ഇത്രയും ജാതികളെ നീക്കിക്കളയാൻ ദൈവം പറഞ്ഞു. ഇനി ഉൽപ്പത്തി 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേന് സോദോം ഗോമോറയെ നശിപ്പിക്കുന്ന ചരിത്രമുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ 3 ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നു. അതിൽ ദൈവത്തോട് അബ്രഹാമിനോട് സംസാരിച്ചിട്ട് 2 ദൂതന്മാർ സോദോം ഗോമോറയിലേക്ക് പോയി. അവിടെ പോകുമ്പോൾ അബ്രഹാമിനോട് പറയുക, ദൈവം ആ പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോവാന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അബ്രഹാം ദൈവം മുമ്പിൽ ഇടിവിൽ നിൽക്കുന്നുണ്ട്. ഇടിവിൽ നിൽക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ 50 നീതിമാന്മാരെ കാണിച്ചു തന്നാൽ അങ്ങ് ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ദുഷ്ടന്മാരോടുകൂടെ ഒരു ബാർഗൈനിങ് നടക്കും. ദൈവം പറഞ്ഞ് നശിപ്പിക്കത്തില്ല. അവസാനം അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്ന സമയത്ത്, ദൈവം അബ്രഹാമിനോട് ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരോടെ പറഞ്ഞു 50 പേര് 40 പേര്, ലാസ്റ്റിൽ 10 പേരുടെ വരെ വന്നു. ഒറ്റ ഒരാളെ പോലും അല്ലെങ്കിൽ 10 പേരെ പോലും കാണിച്ചു കൊടുക്കാൻ അബ്രഹാമിന് ഇല്ല. ഇവൻ ലോത്ത് പോലും നീതിമാനല്ല, ലോത്തും വലഞ്ഞു പോയ നീതിമാനാണ്. അല്ല, ലോത്തും മക്കളും ഭാര്യയും നീതിമാന്മാരാണെങ്കിലും 10 ആകുന്നില്ല. അത്രയും പോലും ഇല്ല. കാരണം ദുഷ്കാമ പ്രവർത്തികൾ കണ്ട് മനസ്സ് നൊന്ത് വലഞ്ഞു പോയ നീതിമാന ലോത്ത്. ഇവിടെ പറയുന്ന ഒരു വേർഡ് ഭയങ്കര അർത്ഥമാണ്. ദൈവത്തിന്റെ നേച്ചറിനെ വരച്ചു കാട്ടുന്ന 25-ാമത്തെ വാക്യം, നീ അങ്ങനെ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? പക്ഷെ ദൈവം നീതിയില്ലാതെ യാതൊരു കാര്യവും ചെയ്യത്തില്ല. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കറക്റ്റാണ്. അപ്പോൾ തന്നെ നമ്മുടെ മുൻപിലുള്ള ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതെങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുത്തി വരില്ല. ഇതിലോട്ട് ഞാൻ വരിക. ദൈവം നീതിയോടുകൂടെ കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. ദൈവം നീതി ഇല്ലാതെ ചെയ്യത്തില്ല. അങ്ങനെ ആയിരിക്കണമല്ലോ, നീതിമാനായിരിക്കും. അതെ, ദൈവം സ്വർഗത്തെക്കാൾ വിശുദ്ധനും ഉന്നതനുമാണ്. അതെ, ദൈവത്തിന്റെ വിശുദ്ധിയാണ് ഏറ്റവും ഹൈലി നിൽക്കുന്നത്. ഇത് അബ്രഹാമിനോട് പറഞ്ഞു, ഇത്രയും ജാതികളെ ഞാൻ നീക്കിക്കളയും, ഈ സ്ഥലങ്ങളെ നിനക്ക് തരും. അബ്രഹാമിന്റെ മക്കൾ വന്നു. അവിടേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഈ ജാതികൾ എന്ന് പറയുന്ന ഈ 10 വംശങ്ങൾ, ഈ 10 വംശങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ ആദാമ്യ സന്തതി പരമ്പരയിൽപ്പെട്ടവർ തന്നെയല്ലേ? അതെ, ലോകത്തിൽ തന്നെ വരുന്നതാ. ഓക്കെ, മനുഷ്യർ തന്നെ. അതെ, മനുഷ്യർ തന്നെ. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലാണോ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, പൈശാചിക ശക്തികൾക്ക് വേണ്ടി അവരുടെ ജീവിതം വിറ്റ് കളഞ്ഞവരാ. പൈശാചിക ശക്തികൾക്ക് വേണ്ടി. നോഹയുടെ കാലത്ത് മല്ലന്മാരുടെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ബോധിച്ചവരെയൊക്കെയും ഭാര്യമാരായി എടുത്തു. അങ്ങനെ ജനിച്ചവരാണ് മല്ലന്മാർ. വീണുപോയ ദൂതന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ജനിക്കപ്പെട്ടതാണ്. അവിടെയും അതൊരു ഒരു കുഴഞ്ഞ വിഷയമാണ് സത്യത്തിൽ. കാരണം നമുക്കത് നമ്മുടെ ഒരു ബുദ്ധിയിലും അല്ലെങ്കിൽ ദൈവശാസ്ത്രം വെച്ചും ഒക്കെ ഈ മറുപടികൾ പലതുണ്ട്, പല ആംഗിളുണ്ട്. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഒരു കൃത്യത നമുക്ക് കണ്ടെത്താൻ വലിയ പാടുള്ള ഒരു വിഷയമാണ്. ഓക്കെ, ഇനി ദൂതന്മാർ അങ്ങനെ വന്ന് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് വെക്കുക. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇവിടെ ജനിച്ചു. നമ്മളത് ആ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളത് അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ന്യായമായും ഉയരാവുന്ന ഒരു ചോദ്യം, ഈ ദൂതന്മാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ വീണുപോയ ദൂതന്മാർ ഇന്നും ഉണ്ടല്ലോ, ഉണ്ട്. അവരിന്നും അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ അവർ വരുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സ്പിരിച്വൽ വാർഫെയറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ സ്റ്റഡികളിൽ കൂടെ പോയാൽ അവർ വരുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ ലോജിക്കിലാണ് പലതും ചിന്തിക്കുന്നത്. ഈ ലോജിക്കും കൊണ്ട് നമുക്ക് സ്പിരിച്വൽ മണ്ഡലം കാണാൻ പറ്റണമെന്നില്ല. തീർച്ചയായിട്ടും. അല്ല, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അതായത് നമ്മൾ എപ്പോഴും ഈ നമ്മുടെ ഒരു ദൃശ്യപരതയ്ക്കകത്ത് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറത്തൊരു ആത്മമണ്ഡലം ഉണ്ടെന്ന് പറയുമ്പോൾ, ഈ മണ്ഡലം എന്നൊക്കെയുള്ള വാക്കൊക്കെ ഒത്തിരി ക്ലീഷേ വാക്കാണ്. കാരണം അത് ഒരു വിഭാഗം ആളുകൾ മാത്രം ഉപയോഗിച്ച് അതിനെ അങ്ങ് വല്ലാതെ ആക്കി കളഞ്ഞേക്കുന്നൊരു വാക്കാണ്.
എന്നാലും ഒരു ആത്മമണ്ഡലമുണ്ട് മനുഷ്യൻ്റെ ഈ ദൃശ്യമണ്ഡലത്തിന് അപ്പുറത്ത് നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഒരു ആത്മമണ്ഡലമുണ്ട് എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. ഓക്കെ, ആ ആത്മമണ്ഡലം ഉള്ളതുകൊണ്ട് ആ ആത്മമണ്ഡലത്തിൽ ഉള്ള ജീവികളുമുണ്ട്. അവിടെ ഈ പറയുന്ന ഈ ഗുഡ് സ്പിരിറ്റും മോശം സ്പിരിറ്റും എല്ലാം ഉണ്ട് എന്നുള്ള ഒരു അത് സത്യത്തിൽ നമ്മുടെ സഭകളിൽ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നു പോലുമില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട് ഈ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അപകടം അവിടെയാണ് വരുന്നത്. ഈ തലമുറയ്ക്ക് ആ ഒരു ധാരണകളേ ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. പക്ഷേ പൈശാചിക ശക്തികളെക്കുറിച്ചോ അതിൻ്റെ സിസ്റ്റങ്ങളോ പഠിക്കുന്ന ഇറ്റ്സ് എ ഓഷ്യൻ. തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണ നിയോഗവും എൻകൗണ്ടറും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയത്തിലേക്ക് ഇറങ്ങാവൂ എന്നാണ് എൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു നിശ്ചയം. വീണുപോയ ദൂതന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ് മല്ലന്മാർ ജനിച്ചതെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. അങ്ങനെ ജനിച്ച മനുഷ്യർ തന്നെ ഒരു കൂട്ടം ജാതികൾ അവരെ പൈശാചി ശക്തികൾക്ക് വിറ്റ് കളഞ്ഞത് പല രീതികളിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മ്ലേച്ഛതയില്ല. ഞാനത് ബൈബിളിൽ നിന്ന് എടുത്തു തരാം, ബൈബിളിൽ നിന്ന് മുന്നോട്ട് എടുത്തു തരാം. മ്ലേച്ഛതയിൽ വിറ്റ് കളഞ്ഞു. ഈ ജാതികളെല്ലാം അകൃത്യത്തിൽ അവരുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുക. കാരണം മടങ്ങി വരാൻ ഇവർക്ക് അവസരങ്ങളുണ്ട്. പാപത്തെ വിട്ട് മാനസാന്തരപ്പെടാൻ ആർക്കും അവസരമുണ്ട്, സ്വന്തം മനസാക്ഷിയിൽ നിന്ന് കുത്തുകൊണ്ട് തിരിച്ചു വരാൻ. പക്ഷെ ഇതൊക്കെ അത് കഴിഞ്ഞു. ഇതൊക്കെ അതിൻ്റെ എല്ലാ സാധ്യതകൾ കഴിഞ്ഞു. നോഹയുടെ കാലത്ത് തന്നെ നമ്മൾ പഠിക്കാമെങ്കിൽ 120 വർഷം നോഹ പ്രസംഗിച്ചു. പക്ഷെ ഒറ്റ ഒരാൾ മാനസാന്തരപ്പെട്ടില്ല. നോഹ പ്രസംഗിച്ചെന്നുള്ളത് ഒരു നീതി പ്രസംഗിയായ നോഹ എന്നൊരു വാക്കിന്റെ പുറത്താണ് നമ്മൾ പറയുന്നത്. പ്രസംഗിച്ചോന്നൊന്നും നമുക്കറിയത്തില്ല. ബൈബിളിൽ പറഞ്ഞേക്കുന്ന വേർഡ് നീതി പ്രസംഗിയായ നോഹ ജനത്തോട് സംസാരിച്ചിട്ടും ഈ ജനം മടങ്ങി വന്നിട്ടില്ല. പച്ചവൃക്ഷങ്ങളും മൃഗങ്ങളും മൃഗങ്ങളും എല്ലാം മൂക്കിൽ ശ്വാസമുള്ള എല്ലാ മനുഷ്യരും തകർന്നു പോകാനുള്ളതിൻ്റെ കാരണം എൻ്റെ മനസ്സിലുള്ള ദൈവവചനത്തിൽ കൂടെ പഠിച്ചിട്ടുള്ള ബോധ്യം, ദൈവം ഒരു മനുഷ്യനെ ദുഷ്ടനോടുകൂടെ കൊല്ലുകയില്ല, നീതിമാനെ ദുഷ്ടനോടുകൂടെ ദൈവം നശിപ്പിക്കത്തില്ല. അങ്ങനെ ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ ദൈവം വിശുദ്ധനാണ്, അതിനപ്പുറം കോട്ടം വരത്തില്ല ദൈവം. അവിടെ എനിക്കൊരു ചോദ്യം, ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു ചോദ്യമാണ്, കാരണം ഇത് പ്രേക്ഷകർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നീതിമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മനുഷ്യരിൽ വളരെ നീതിയോടെ ജീവിക്കുന്ന സ്വാത്വികരായിട്ടുള്ള ഒരു ദോഷവും ആർക്കും ചെയ്യാത്ത വളരെ വളരെ നല്ല മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. നമുക്ക് അവരെ നീതിമാന്മാരെന്ന് വിളിച്ചുകൂടെ? നീതിമാനെന്ന് വിളിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ കൃപയാല നീതിമാന്മാരായത്. ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം ജനം. അറിയാത്തതെന്നുള്ളത് അറിയാത്തതെന്നുള്ളതല്ല, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാലേ നമ്മൾ എന്താകത്തുള്ളൂ. ആ ഒരു എൻട്രി പോയിന്റ് അതാണ് വെച്ചേക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഒരുവൻ നീതിമാനാകുവാനുള്ള ഒരു എൻട്രി പോയിന്റ് ക്രിസ്തുവിൻ്റെ നീതി നിമിത്തം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ വിഷയമാണെങ്കിലും ഇതിന് മറ്റൊന്നും വിഷയമല്ല. നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് മറ്റൊന്നും വിഷയമല്ല. അപ്പം നമ്മളതാ വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു തിരിച്ചറിവുണ്ടാകാത്ത, അപ്പോൾ തന്നെ ഈ ലോകത്തിലെ എല്ലാ നിലയിലും വിശുദ്ധമായി ജീവിതം നയിക്കുന്ന എത്രയോ ആളുകൾ കാണും. പക്ഷേ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴിയാണ് കർത്താവിൽ കൂടെ. മനുഷ്യന്റെ നീതി പ്രവർത്തികളൊന്നും അവനെ നിത്യതയിൽ എത്തിക്കുന്നില്ല. നിത്യതയുടെ വിഷയമല്ല ഞാൻ ചോദിച്ചത്. അവരെ ഒരു നീതിമാൻ എന്നുള്ള ഒരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കേണ്ടതല്ലേ? നമ്മളുടെ ചിന്തയിൽ അവർ നീതി ആയിരിക്കാം ചെയ്യുന്നത്, അവരുടെ മനസാക്ഷി അനുസരിച്ച് നീതി ആയിരിക്കാം ചെയ്യുന്നത്. പക്ഷേ മനുഷ്യന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്തുവാ? മനുഷ്യന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് നിത്യതയ്ക്ക് പോവാം. മനുഷ്യന്റെ അൾട്ടിമേറ്റ് പർപ്പസ്, അതിന് ദൈവം വെച്ച വഴിയുണ്ട്. നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. കർത്താവ് വെച്ച നീതി പ്രവർത്തികളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അടുത്ത ചോദ്യം നമ്മൾ ഡിവിയേറ്റ് ചെയ്ത് പോവുക, എന്നാലും ഇതിപ്പോൾ ചോദിച്ചില്ലേ പിന്നെ ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അത് പറയുന്നു കർത്താവ് വെച്ചൊരു വഴിയുണ്ട്. ഈ വഴി അറിയാത്ത ആളുകളില്ലേ?
അവരെക്കുറിച്ചുള്ള ഒരു കൺസേൺ ദൈവത്തിന് ഇല്ലേ? തീർച്ചയായിട്ടും. അതിനെന്തുവാ വഴി? അവരുടെ മനസാക്ഷി അവർ ദൈവത്തിൻ്റെ കോടതി കൊണ്ടുവരും. അപ്പോൾ ഈ വഴി വേണ്ട. അവരുടെ അറിവില്ലായ്മയില അവർക്ക് യേശുവിനെ, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ഭാഷ പറഞ്ഞ യേശുവിനെ ഏതെങ്കിലും രീതിയിൽ അറിയാതെ മരിച്ചു പോയവരുണ്ടെങ്കിൽ അവരുടെ മനസാക്ഷി എന്ന കോടതി നിമിത്തം അവരെ ന്യായം വിധിക്കുന്നു. ഒരുപക്ഷെ അവർക്ക് അറിയാൻ പറ്റിയിട്ടില്ല, അവരുടെ അടുക്കൽ സുവിശേഷമായിട്ട് ആരും എത്തിക്കാണത്തില്ല. ഇപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത്, നമ്മളിപ്പം യേശുവിനെ അറിയാതെ മരിക്കുന്ന ധാരാളം ആളുകളുണ്ട്, ഒത്തിരി പേരുണ്ട്. ഉണ്ടെന്ന് പറയുമ്പോൾ അത് മുതിർന്നവർ മാത്രമല്ലല്ലോ, കുഞ്ഞുങ്ങൾ, ഭൂമിയിൽ ജനിച്ച അവരും ആത്മാവുള്ളവരല്ലേ, ജനിച്ച കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. തിരിച്ചറിവാകുന്നതിന് മുമ്പേ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ. ഇനി ബോധമണ്ഡലം നമ്മളെപ്പോലെ ചിന്തിക്കാൻ കഴിവില്ലാത്ത തലച്ചോറുമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ മാനസിക വളർച്ചയില്ലാതെ ഡിസേബിളായിട്ട് ജനിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ദൈവത്തിൻ്റെ കരുണ അർഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അവരൊക്കെ ദൈവത്തിൻ്റെ കരുണ അർഹിക്കുന്നവരാണ്. പക്ഷെ അവരുടെ പാസ്റ്ററെ മനസാക്ഷി നിമിത്തം അവരെ ദൈവം ന്യായം വിധിക്കുമായിരിക്കും. അവരൊരു പക്ഷെ അറിവില്ലായ്മയിൽ സുവിശേഷം അറിയാത്തത് കൊണ്ട് അവർക്ക് കർത്താവിനെ അറിയാൻ പറ്റിയില്ല. പക്ഷെ ദൈവം അവരുടെ മനസാക്ഷി നിമിത്തം, അവരുടെ അറിവ് അനുസരിച്ച് മനസാക്ഷി നിമിത്തം അവരെ ദൈവിക കോടതിയിൽ നീതി വിസ്തരിക്കുമായിരിക്കും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മനസാക്ഷിയും വിഷയമല്ല. കാരണം അവർ അറിവില്ലായ്മയിൽ ചെയ്യുന്നതാണ്. ഗർഭാവസ്ഥയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അവര് ആരുടെ ഓരോ ദിവസവും എത്ര ലക്ഷം കുഞ്ഞുങ്ങളാണ് ഗർഭാവസ്ഥയിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ആരംഭം, അല്ലെങ്കിൽ അതിൻ്റെ ആ ജനനം, അതിൻ്റെ അസ്തിത്വം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഗർഭചിത്രത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആത്മാവുണ്ട്, ആത്മാവാണ്, ഒരു ആത്മാവിനെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഗർഭചിത്രത്തെ എതിർക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ലോകമെങ്ങും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് എന്ത് ചെയ്യുന്നത്? കൊല്ലപ്പെടുന്നത്. ഇതിനെയൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല. പഠനങ്ങളുണ്ടോ? പഠനങ്ങൾ കാണുമായിരിക്കും, പക്ഷെ ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം, പല ആംഗിളിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. കൊച്ചു കുഞ്ഞുങ്ങൾ മരിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ദീർഘക്ഷമയും വെച്ചുകൊണ്ട് അവരെ ദൈവം നിത്യതയിൽ ചേർക്കും. അവർ കർത്താവിനെ അറിയാനോ അവരുടെ തെറ്റുകൊണ്ടോ അല്ല, പക്ഷേ അറിവായിട്ടും കർത്താവിനെ അറിയാതെ മരിച്ചുപോയവരുണ്ട്. റിജക്റ്റ് ചെയ്യുന്നവരുടെ കാര്യം വേറെ അല്ല, അത് വേറെ. റിജക്റ്റ് ചെയ്യുന്നവരുടെ കാര്യം വേറെ. ഇതറിയാനുള്ള സംവിധാനങ്ങളില്ലാതെ അവർക്ക് അറിയാൻ പറ്റിയില്ല. അവരെ ദൈവം വിസ്തരിക്കുന്നത്, ബൈബിൾ പറയുന്നത് അവരുടെ മനസാക്ഷി നിമിത്തമാണ്. അവരുടെ മനസാക്ഷി എന്ന കോടതിയിൽ ദൈവം അവരെ കൊണ്ടുവരും. എല്ലാ മനുഷ്യനും മനസാക്ഷി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, റൈറ്റ്? പക്ഷേ ഈ പൈശാചിക ശക്തികൾ പൈശാചിക ശക്തികൾ എന്നല്ല, ഈ ജാതീയ ശക്തികൾ അവരെ വിറ്റ് കളഞ്ഞതാണ്. ബൈബിളിൽ 10 ജാതികളെക്കുറിച്ച് അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ പറയുന്നു. സോദോം ഗോമോറയുടെ ചരിത്രം പറയുമ്പോൾ ദൈവം നീതിയില്ലാതെ യാതൊന്നും ചെയ്യുകയില്ല. ദൈവത്തിൻ്റെ നീതിയിലായിരിക്കും ദൈവം കാര്യങ്ങളെ ചെയ്തു. ഒരു പക്ഷേ നമ്മുടെ പാസ്റ്റർ ചോദിച്ച ചോദ്യമൊക്കെ സമൂഹത്തിൽ നിന്നുള്ള ചോദ്യം, വാലിഡ് ചോദ്യങ്ങളാണ്. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളുടെയും പല ജാതികളിൽ നിന്നുള്ള ചോദ്യം, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പക്ഷേ പദ്ധതികളിൽ വെച്ചിരിക്കുന്നതായിരിക്കാം. നമ്മളൊരു ആൻസർ പറഞ്ഞാൽ പോലും അതിൻ്റെ പല ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാം. പക്ഷേ ജാതികളുടെ ചരിത്രം, ഇവരവരെ തന്നെ പാപത്തിന് വിറ്റ് കളഞ്ഞവരാ. ഇനി ഏതൊക്കെ തരത്തിലുള്ള പാപങ്ങളാണെന്നും എന്തൊക്കെ ഇവർ ചെയ്തതെന്നും ബൈബിളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ചരിത്രം വരുമ്പോഴത്തേന് 10 പേര് കാണാം. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിക്കുമ്പോൾ 430 സംവത്സരം കഴിഞ്ഞ് അവരെ വിടുവിക്കുമ്പോഴത്തേക്കിനും ഇവരെ ദൈവം മരുഭൂമിയിൽ കൂടെ കൊണ്ടു നടക്കുന്ന കനാൻ ദേശത്ത് എത്തിയിട്ടില്ല. എത്തുന്നതിന് മുമ്പേ ദൈവം ഇവരോട് കമാൻഡ് ചെയ്ത ചില കമാൻഡ്മെൻ്റ് ഉണ്ട്. ഇവര് എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയം. ഇതിൻ്റെ ജാതികളെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ വേർഡ് കിടക്കുന്നത് ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിലാണ്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം തൊട്ട് നമ്മൾ വായിച്ചെങ്കിലേ നമുക്ക് ഈ വിഷയത്തിൻ്റെ ആഴമേറിയ കാര്യം മനസ്സിലാകത്തുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവം ഈ ജാതികളെ നീക്കിക്കളയാൻ പറഞ്ഞിരുന്നത്? അതിൻ്റെ അർത്ഥം ദൈവവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരിക. പക്ഷെ 1-ാമത്തെ വാക്ക് ഞാൻ വായിക്കട്ടെ? വായിച്ചാട്ടെ പക്ഷേ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്.
ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവ ആകുന്നു. പക്ഷെ ഒരു നിമിഷം നമുക്കൊന്ന് പോസ് ചെയ്തിട്ട് പോകാം. ഇസ്രായേൽ മക്കളെ ദൈവം ഇപ്പോൾ കൊണ്ടുവന്ന്, ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ഉള്ള ലേവ്യ പുസ്തകത്തിൽ പറയുമ്പോൾ സീനായി മൗണ്ടന്റെ താഴ്വരയിലാണ് ദൈവം ഒരു മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരിക. ദൈവം ഇവരോട് പറയുക, ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ജനമുണ്ട്. ടോട്ടലി സ്ത്രീകളും കുഞ്ഞുകുട്ടികളും എല്ലാം കൂടെ ചേർന്ന് 30 ലക്ഷത്തോളം വരുന്ന ജനമുണ്ട്. ഇവരോട് ദൈവം പറയാം, ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്ന മിസ്രൈം ദേശത്തിലെ മര്യാദയും നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ദൈവം പറയും, ഞാൻ വിശുദ്ധനാകുന്നു, നിങ്ങൾ എൻ്റെ വിശുദ്ധ പ്രമാണത്തെ ആചരിക്കണം. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ പ്രമാണങ്ങളും നിങ്ങൾ ആചരിക്കരുത്. ആ കനാൻ ദേശത്തിലെ പ്രമാണം പാസ്റ്ററെ 6-ാം വാക്യം തൊട്ട് ഇങ്ങോട്ട് താഴോട്ട് പറയുന്നത്, അവിടെ പറഞ്ഞേക്കുന്നത് ഒന്നാമത്തെ വേർഡ് ഹൈലി മോറൽ കറപ്ഷൻസ്. അതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് പൊതുവെ ആരും ചർച്ചകളിൽ പഠിപ്പിക്കുകയോ സംസാരിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും താഴത്തെ വാക്യം വായിച്ചിട്ട് നമുക്ക് തരും. ഞാൻ തന്നെ അങ്ങ് വായിക്കട്ടെ പാസ്റ്ററെ. 24-ാമത്തെ വാക്യം തൊട്ട് ഞാൻ വായിക്കാം. മുകളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മൊത്തം, ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. മുകളിൽ വലിയ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. ദേശവും അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം അതിൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങളെയും അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. ഈ മ്ലേച്ഛതകളിൽ ഒന്നും സ്വദേശിയാകട്ടെ നിങ്ങളുടെ ഇടയിലുള്ള പാർക്കുന്ന പരദേശിയാകട്ടെ ചെയ്യരുത്. ആരെങ്കിലും ഈ മ്ലേച്ഛതകൾ, സകല മ്ലേച്ഛതകളിലും ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവനെ അവരുടെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം എന്ന് പറഞ്ഞിട്ട് പാസ്റ്ററെ മുകളിൽ നിന്നുകൊണ്ട് 6-ാമത്തെ വാക്യം തൊട്ട് നോക്കിയ എത്ര കൊടിയ മ്ലേച്ഛതയാണ്. പക്ഷെ ഈ വേർഡിന് പറയുന്നത്, ഒരു മനുഷ്യൻ അമ്മയോടൊന്നുള്ളതില്ല മ്ലേച്ഛത ചെയ്തത്, അപ്പനോടൊന്നില്ല, രക്തസംബന്ധമായ സഹോദരിയെന്നില്ല, സഹോദരനെന്നില്ല, മൃഗങ്ങളെ പോലും വിട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ജാതി ഇങ്ങനെ ആകാനുള്ളതിന്റെ കാരണം ഇതെല്ലാം ലൈംഗിക പാപങ്ങളാണ്. മൊത്തം മോറൽ കറപ്ഷൻസ് ആണ്, ഹൈലി മോറൽ കറപ്ഷൻസ്. പക്ഷെ ബൈബിളിൽ വിഗ്രഹാരാധനയ്ക്ക് പോയാൽ ബൈബിൾ പറഞ്ഞേക്കുന്നത് 3ഉം 4-ാമത്തെയും തലമുറ വരെ ഞാൻ കണക്കിടുമെന്ന്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, എന്നെ പകയ്ക്കുന്നവരിൽ, എൻ്റെ കൽപ്പനകളെ തെറ്റിക്കുന്നവരിൽ, പ്രമാണിക്കാത്തവരിൽ ഞാൻ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ കണക്കിടും എന്നാണ്. പ്രത്യേകിച്ച് വിഗ്രഹാരാധന, ദൈവത്തിൻ്റെ മെയിൻ പ്രമാണങ്ങളെ തെറ്റിച്ചാൽ 3ഉം 4ഉം തലമുറയുള്ളൂ. പക്ഷേ ഒറ്റ പാപത്തിന് ശിക്ഷ 10 തലമുറയാണ്. അത് ലൈംഗിക പാപമാണ്. ലൈംഗിക പാപത്തിൽ വീണവർ ആവർത്തന പുസ്തകത്തിൽ കിടപ്പുണ്ട്. 8-ാം അധ്യായം, ലൈംഗിക പാപത്തിൽ വീഴുന്നവരോടുള്ള ശിക്ഷ 10-ാം തലമുറ പോലും യഹോവയുടെ ആലയത്തിൽ വരരുതെന്ന്. ദൈവം വെറുക്കുന്ന പാപമാണ് ലൈംഗിക പാപം. ഈ മനുഷ്യർ, പക്ഷേ ഇത് വായിക്കാൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിക്കത്തില്ല, നമ്മളെല്ലാം സ്കിപ്പ് ചെയ്ത് വിടും. നിങ്ങളിൽ ആരും രക്തസംബന്ധമുള്ള യാതൊരുത്തരുടെ നഗ്നത അനാവൃതമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത്. ഇത് ആരുടെ കാര്യം പക്ഷെ പറഞ്ഞേക്കുന്നത്? ഈജിപ്ഷ്യൻസിന്റെ സിസ്റ്റങ്ങളുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞേക്ക, ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന അവിടുത്തെ ജാതികൾ, ഈ ജാതികൾ മൊത്തം ഹൈലി മോറൽ കറപ്ഷൻസ് ആണ് പക്ഷേ. ഇതിനകത്ത് ഒരു മനുഷ്യനും രക്തബന്ധം, മൃഗങ്ങൾ ഒന്നുമില്ല. ഈ വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. ആ ജാതി അതുപോലെ കൊടിയ മ്ലേച്ഛതയ്ക്കകത്ത് അവരെ തന്നെ പാപത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞവരാണ്. അപ്പൊ ഈ പാപമുള്ളിടത്ത് വ്യാപരിക്കുന്നത് ഏത് സ്പിരിറ്റാണ്? ദുരാത്മശക്തികളാണ്. അന്ധകാര വ്യാപാരങ്ങൾക്ക് വേണ്ടി വിറ്റ് കളഞ്ഞു. സോദോം ഗൊമോറ എങ്ങനെയായിരുന്നു പാസ്റ്ററെ? സോദോം ഗൊമോറയിൽ നമ്മൾ ചിന്തിച്ചു, ദൈവം നീതിമാന്മാരെ കാണിച്ച് 10 നീതിമാന്മാരെ എങ്കിലും കാണിച്ചു തരാൻ വേണ്ടി പറയും. നമ്മളിപ്പോൾ വായിച്ചു 10 നീതിമാന്മാരെ പോലും ദൈവം അബ്രഹാമിന് കാണിച്ചു തരാനില്ല.
ദൈവം സുപ്രീം അതോറിറ്റിയാണ്. കാരണം ദൈവത്തിൻ്റെതാ ഭൂമി. മനുഷ്യൻ ഏത് ജാതിയായാലും ആരെ സേവിച്ചാലും എങ്ങനെ പോയാലും സുപ്രീം അതോറിറ്റിക്ക് മനുഷ്യൻ്റെ മീതെയും ഭൂമിയുടെ മീതെയും അതോറിറ്റി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു മകൻ എവിടുന്നെങ്കിലും കുറച്ച് പണം മോഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ വന്നാൽ നീതിമാനായ അപ്പനും അമ്മയും ഇത് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നാൽ യഥാർത്ഥ കള്ളനാരാ? അപ്പനും അമ്മയും. നീതിബോധമുള്ള മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കും. അവർക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല, അവർ ശിക്ഷിക്കും. നമ്മുടെ ദൈവം പാപം കണ്ടാൽ കണ്ണടച്ചു വിടത്തില്ല, പാപത്തെ ശിക്ഷിക്കുന്ന ദൈവം. പക്ഷേ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം കൂടെ കൂടിയാണ്. ഈ ജാതിക്ക് അവസരം കൊടുത്തെന്നും ബൈബിളിൽ തെളിവുണ്ട് പാസ്റ്ററെ. അമോര്യരുടെ അക്രമം, അമോര്യർ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയുടെ, അവരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. ബൈബിൾ പഠിക്കാമെങ്കിൽ കാണാം, ഇസബേലിന് പോലും മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ ദൈവം അവസരം കൊടുത്തു. വെളിപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്, ഇസബേലിന് പോലും മാനസാന്തരപ്പെടാൻ ദൈവം അവസരം കൊടുത്തു. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നവരാ. എന്നിട്ടും മടങ്ങി വരാത്ത ജാതി വിറ്റുകളഞ്ഞ് നൂറ്റാണ്ടുകളായിരിക്കും. ഇവരെ ഇങ്ങനെ കൊണ്ടു നടന്നാൽ, ബൈബിളിൽ പറഞ്ഞേക്കുന്നത് കുഷ്ഠം എന്ന പാപത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്, കുഷ്ഠമുള്ള ഒരു വീട്ടിൽ, കുഷ്ഠമുള്ള ഒരു വ്യക്തിയുടെ കൂടെ മറ്റൊരാൾക്ക് താമസിക്കാൻ പറ്റത്തില്ല. കുഷ്ഠം പടരും, മറ്റ് ജീവനുള്ള നോർമലി ആരോഗ്യത്തോടെ ജീവിക്കുന്ന വ്യക്തികളെ തകർത്ത് കളയും. ഈ പാപം മറ്റുള്ള ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് വിശുദ്ധ സന്തതി. വിശുദ്ധ സന്തതിയെ കൂടെ സ്പോയിലാക്കാതിരിക്കാൻ ദൈവം പാപത്തെ നീക്കിക്കളഞ്ഞേ പറ്റൂ. ഒരു നല്ല കോടതി, ഒരു നല്ല ജഡ്ജ് തെറ്റ് കണ്ടാൽ, രാജ്യത്തിൻ്റെ നിയമം തെറ്റിച്ചാൽ ദർ ഈസ് എ കോൺസിക്വൻസ്. എല്ലാ ലോകരാജ്യങ്ങൾക്കും അതിൻ്റേതായ കോടതി നിയമ സംവിധാനങ്ങളുണ്ട്. ഇപ്പം മഹാരാജാവായ ദൈവത്തിനോ? പക്ഷേ ഇത് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന ഈ ഒരു വിഷയം തന്നെയല്ല. ഇനി അടുത്തത് ആവർത്തന പുസ്തകം 12-ാം അധ്യായം 2 തൊട്ട് 4 വരെയും 29 തൊട്ട് 31 വരെയും അവിടെ പറഞ്ഞേക്കുന്നത് അഗ്നിപ്രവേശം എന്ന് പറഞ്ഞേക്കുന്ന ആ സിസ്റ്റത്തിൻ്റെ ചരിത്രങ്ങളൊന്ന് പറയാം. കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞേക്കാൻ അവിടെയും കൊടിയ മ്ലേച്ഛതയാണ്. ഈ പൈശാചിക ശക്തികൾക്ക് അതിന് പ്രസാദിക്കണമെങ്കിൽ രക്തം വേണം. ആ രക്തം കൊടുക്കാൻ അന്നത്തെ സിസ്റ്റം തീരുമാനിച്ചിരുന്നത്, ചരിത്രങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കണോ, ബലി കഴിക്കുമായിരുന്നു. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എങ്ങനെ? എന്നോട് ഇന്ന് അതിൻ്റെ എവിഡൻസ് ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ അതിൻ്റെ എവിഡൻസ് പലതും ഉണ്ട്. കാരണം ഇത് സൊസൈറ്റി, എനിക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയതല്ല, മറ്റു പലരുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ അസന്മാർഗിക മാർഗത്തിൽ കൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ, അത് ജനിപ്പിക്കുന്ന തന്നെ കുരുതിക്ക് വേണ്ടിയാണ്. അങ്ങനെ കുരുതി കൊടുക്കുന്ന സമൂഹമുണ്ട്. അന്നത്തെ കാലത്ത് അവരുടെ ആ അസന്മാർഗികമായ ജീവിതത്തിൽ കൂടെ ജനിച്ച ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുരുതി കൊടുക്കുന്ന സിസ്റ്റം, അഗ്നിപ്രവേശം ചെയ്യുന്ന പറയുന്ന കുഞ്ഞുങ്ങളെ ബേൺ ചെയ്തു. പക്ഷെ ബേൺ ചെയ്യുന്നതിന് മുമ്പേ അകത്തെ അവരുടെ കോവിലോ അവരുടെ സിസ്റ്റത്തിൽ കൊണ്ടു, അകത്തെ അവരുടെ ആ അന്യദൈവങ്ങളുടെ സിസ്റ്റത്തിൽ കൊണ്ടു. ഈ കുഞ്ഞുങ്ങളെ അവിടെ ഈ ദൈവങ്ങളുടെ കൈകളിൽ വെച്ച്, വിഗ്രഹങ്ങളുടെ കൈ വെച്ച് ഇതിനെ ബലി കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയും ചെയ്യുമായിരുന്നു. കൊല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ വെളിയിൽ നിൽക്കുന്ന അപ്പനോ അമ്മയോ അവർ തന്നെ കൊടുത്തതാ, കേൾക്കാതിരിക്കേണ്ടതിന് പെരുമ്പറയും വലിയ ശബ്ദവും മുഴക്കി അവിടെ ശബ്ദവും കൂടെ ഉണ്ടാക്കുമായിരുന്നു ഈ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുമ്പോൾ. അങ്ങനെ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുകയും അഗ്നിപ്രവേശം ചെയ്യുന്നു പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ബേൺ ചെയ്തു. ഈ ചെയ്ത കൊടിയ മ്ലേച്ഛത വേണമായിരുന്നു ഈ പൈശാചിക ശക്തികൾക്ക് പ്രസാദിക്കാൻ വേണ്ടി. അങ്ങനെ ദേശം അശുദ്ധമായി. ഇവരെ നീക്കിക്കളഞ്ഞിട്ട് ദൈവം പറഞ്ഞേക്കുന്നത് ഈ ദേശം ഞാൻ നിനക്ക് തരാൻ പോവാ. ഇങ്ങനെ ചെയ്യുന്ന ഒരു ജാതിയെ നമ്മുടെ രാജ്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യും പാസ്റ്ററെ? നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഇതിനെല്ലാം എതിരാണ്. ശിക്ഷിക്കും, ന്യായമായ ശിക്ഷ നൽകും. അവിടെയും എല്ലാം ഒരു ചോദ്യങ്ങൾ വീണ്ടുമുണ്ട്. അതായത് ഇപ്പം ദൈവം ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിക്ക് ഒരു ഭൂമി വേർതിരിച്ചിട്ടുണ്ട്, അതിനൊരു അതിര് വെച്ചു. ആക്ച്വലി അവിടെ നേരത്തെ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയാണ് ഇസ്രായേൽ ജനത വന്ന് കൈവശമാക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നുണ്ട് ആ ജനത പാപം ചെയ്തു, അല്ലെങ്കിൽ അവർ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു, ദൈവിക നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നെല്ലാം പറയുമ്പോഴും
അവിടെ ആ ജനതയുടേതായിരുന്നു ആ ഭൂമി. അതാണ് എന്ത് ചെയ്യുന്നത്, ദൈവം പറയുന്നത് അത് കൈക്കലാക്കാൻ പറയുന്നു. അപ്പം ഈ കൈക്കലാക്കാൻ പറയുന്ന ആ ദൗത്യം നിർവഹിക്കേണ്ടത് ഈ ജനതയാണ്. ഏതാ? ഈ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളാണ്. ആക്ച്വലി ഈ സോദോം ഗൊമോറയെ നശിപ്പിച്ചതുപോലെ ഈ ഈ മറ്റേ ഈ പാപം ചെയ്ത ജനങ്ങളെ എല്ലാം നശിപ്പിച്ച് ഇവർക്ക് ഏൽപ്പിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷേ ആ സോദോം ഗൊമോറയുടെ സ്ഥലം ദൈവം മറ്റാർക്കും കൊടുക്കാനല്ലായിരുന്നു, അത് തീർത്തു. ഈ ദേശം ഇവർക്ക് കൊടുക്കേണ്ടതിനാ. ദൈവം തന്നെ പറയുന്നുണ്ട്, നിന്റെ നീതിപ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല ഈ ദേശം നിനക്ക് കിട്ടുന്നത്, നിന്റെ നീതിപ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല. ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്തല്ല ഉടമ്പടി നിമിത്തവും എനിക്ക് ഒരു വിശുദ്ധ സന്തതികളെ വേണം എന്നുള്ള ദൈവത്തിൻ്റെ അനാഥമായ ദൈവത്തിൻ്റെ ആ കവനൻ്റും കൂടിയാണ് ദൈവം ഈ ജനത്തിനൂടെ കൊടുക്കുന്നത്. നീ നീക്കിക്കളഞ്ഞിട്ട് ആ ദേശത്തെ നീ എടുക്കണം. പക്ഷെ ആ ജനമെന്ന് പറയുന്നത് അതിനകത്ത് പലരും മല്ലന്മാരുണ്ട്. സീഹോൻ, ഓഗ് എന്ന് തൊട്ട് തുടങ്ങിയ നമ്മൾ അമാലേക്കിൻ്റെ ആഗാഗിൻ്റെ ചരിത്രം കണ്ടു. പല ജാതികളും മല്ലന്മാരുമുണ്ട്. ഇവരെല്ലാം ഈ ജാതികളെല്ലാം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്ക് മനസ്സിലായത് ആ ജാതി മൊത്തം മ്ലേച്ഛതയ്ക്ക് വേണ്ടി അവരെ തന്നെ വിറ്റ് കളഞ്ഞവരാണ്. മ്ലേച്ഛത ചെയ്യുന്ന ദേശം ശപിക്കപ്പെടും. മ്ലേച്ഛത ചെയ്യുന്ന ആ ദേശവും ആ ജനവും തകർന്നു പോകും. ദേശം അവരെ ഛർദ്ദിച്ച് കളഞ്ഞെന്ന്. ഇപ്പോൾ ഒന്ന് നമ്മൾ മോറൽ കറപ്ഷൻസ്, ഭയങ്കര ഇമ്മോറൽ സിൻസ് നമ്മൾ കണ്ടു. 2 ചൈൽഡ് സാക്രിഫൈസും അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ കണ്ടു. മൂന്നാമത്തേത് ഐഡോലട്രിയും അഡൾട്ടറി, ഭയങ്കരമായിട്ടുള്ള ഈ ജനം ദൈവമല്ലാത്തതിനെ, സൃഷ്ടിതാവാം ദൈവമല്ലാത്തതിനെ പല രീതികളിലും ആരാധിക്കാൻ പോയി. അതിൻ്റെ കൂട്ടത്തിൽ മ്ലേച്ഛതയും കൂടെ കാണാം. അവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് അവർ അന്യ ദൈവങ്ങളെ അല്ലെങ്കിൽ ദൈവം അല്ലാത്തതിനെ ആരാധിച്ചു, സത്യമാണ്. ഈ ദൈവം തിരഞ്ഞെടുത്ത ഈ അബ്രഹാമിൻ്റെ സന്തതി എത്രയോ തവണ ദൈവം നേരിട്ട് ഇടപെട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് കൽപ്പന കൊടുത്ത് അവരെ അത്ഭുതങ്ങളിലൂടെ നടത്തി. ഇതെല്ലാം ചെയ്തിട്ട് ഇവർ പിന്നെയും എന്ത് ചെയ്യുന്നു? പാപം ചെയ്തു. പാപം എന്നുള്ളതല്ലല്ലോ, മ്ലേച്ഛത. ഈ മ്ലേച്ഛതയെല്ലാം അവരും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര ഒരു വിഷയമാണ്. ഞാനത് പഠിപ്പിക്കുന്ന ഇസ്രയേലിൽ ശലോമോന്റെ കാലശേഷം 2 രാജ്യങ്ങളായി പിരിഞ്ഞു. അതെ, 10 ട്രൈബ് ഒരിടത്ത് പോയി, നോർത്തേൺ കിങ്ഡം. 2 ഒരിടത്ത് പോയി, സദേൺ കിങ്ഡം. യെരുശലേം, മറ്റേത് നോർത്തേൺ കിങ്ഡം. 2നും 12 രാജാക്കന്മാർ വീതം വന്നു. റഹോബയാമും ജഹോബയാമും തൊട്ട് 12 രാജാക്കന്മാർ വന്നു. ഈ രാജാക്കന്മാരിൽ ഇസ്രയേലിന്റെ 10 ഗോത്രങ്ങളുടെ രാജാക്കന്മാരിൽ ഒരുത്തനില്ല നേരെ ചൊവ്വയുള്ളവർ. യെരുശലേമിന്റെ കൂട്ടത്തിൽ 3 പേരെയുള്ളൂ നല്ലവർ. യൊഹക്കിയാമും അങ്ങനെയുള്ള കുറച്ച് പേര്, യേഹൂവും ഇങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഭയങ്കര ക്വസ്റ്റ്യനും എന്നെ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം കൂടെ, എന്തുകൊണ്ടാണ് ഇവരെല്ലാം പരാജയപ്പെട്ടു പോയത്? പക്ഷേ ആ വേർഡ് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ചിന്തിക്കാം. ഈ വിഷയവുമായിട്ട് കണക്റ്റഡാണ്. ഈ വിഷയമായിട്ട് ബൈബിളിലെ ആ വിഷയങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എന്തുപോലെ നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഒറ്റ വാക്യം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്യം എടുക്കാം. രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. 26-ാമത്തെ വാക്യം. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലെയൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ച് മഹാമ്ലേച്ഛത പ്രവർത്തിച്ചു. ആഹാബിന്റെ ചരിത്രമാണ്. ആഹാബ് തന്നെയല്ല പാസ്റ്ററെ, മൊത്തം രാജാക്കന്മാർ. ഇതിനകത്തൊരു 3 രാജാക്കന്മാർ നല്ലവരുണ്ടായിരുന്നു. ചോദ്യം, ഈ മാറ്റിക്കളയാൻ പറഞ്ഞത് BC 1446-കളിലാണ്. BC 1446-കളിലാണ് ഇസ്രായേൽ മക്കളെ ദൈവം കൊണ്ടുവരുന്നത്. അന്ന് നീക്കിക്കളയാൻ പറഞ്ഞത്. ഇവരോട് നീക്കിക്കളയാൻ ലേവ്യ പുസ്തകം അന്ന് ആ സീനായി പർവ്വതത്തിന് താഴ്വര വെച്ച് എഴുതുന്നത് ഈ പ്രമാണങ്ങളെല്ലാം കൊടുത്തു. ഇപ്പൊ ആഹാബും ഇസബേൽ ഇവർ ഭരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് BC 600-ന്റെ കാലഘട്ടങ്ങളാണ്, അല്ലെങ്കിൽ 500-ന്റെ മേളിലാണ്. എത്ര 1000 വർഷം പോയി. അതെ, 1000 വർഷം പോയിട്ടും അന്നുണ്ടായിരുന്ന അമോനിയരുടെ ശക്തികൾ ഈ രാജാക്കന്മാരെ കയറി പിടിച്ചു. 12 രാജാക്കന്മാരെ. പക്ഷേ ഞാൻ ദൈവവചനം പഠിച്ചിട്ടും ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നതും, ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു,
നിന്നെ ഒരു ദേശത്തേക്ക് ഞാൻ അയക്കുമ്പോൾ ആ ദേശത്തെ ശുദ്ധീകരിക്കേണ്ടിയ, യുദ്ധം ചെയ്ത് പിടിക്കേണ്ടിയ, ശുദ്ധീകരിക്കേണ്ടിയ പ്രമാണം ദൈവം കൊടുത്തു. അവിടുത്തെ യാഗപീഠങ്ങളും അന്യദൈവങ്ങളോടുള്ള യാതൊന്നും നീ വെച്ചേക്കല്ല, അതെല്ലാം വെട്ടിക്കളയണം. ഇവർ പലതും ഇഗ്നോർ ചെയ്തു. അതിൻ്റെ കുറ്റിയും വേരും അവിടെ ഇരുന്നു. ഇവരെയും ഇവരുടെ തലമുറകളെയും തന്നെ പിന്നീട് ആ മ്ലേച്ഛം നശിപ്പിച്ചു. അവിടെ എഴുതിയേക്കുന്ന വേർഡ് അങ്ങനെ, യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലെയൊക്കെ. പക്ഷെ യുദ്ധം ചെയ്ത് ജാതികളെ നീക്കി, അവരുടെ ബലിപീഠങ്ങൾ വെച്ചിരുന്നു. ഭൂമി ശുദ്ധമായില്ല, ആത്മമണ്ഡലം ശുദ്ധമായില്ല. ആ ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസ് നിമിത്തം അതേ മ്ലേച്ഛതകൾ ഇസ്രായേൽ മക്കൾ ചെയ്തു. നമ്മൾ മുമ്പേ വായിച്ച ലേവ്യ പുസ്തകത്തിലെ വാക്യം, ദേശം അവരെ ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ ഇവരെ ഛർദ്ദിച്ചു കളഞ്ഞു. അപ്പൊ ഈ വിഷയത്തിലേക്ക് വരുന്നത്, ഭൂമി തന്നെ ശുദ്ധീകരിക്കപ്പെടണമായിരുന്നു, മണ്ണ് ശുദ്ധീകരിക്കപ്പെടണമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാർ അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടില്ല, പലതും ഇഗ്നോർ ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം വരുമ്പോഴത്തേന്, ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്കിന്, ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്ന് നീക്കിക്കളയാൻ പറഞ്ഞത് നിങ്ങൾ നീക്കിക്കളഞ്ഞില്ല. 2-ാം അധ്യായത്തിലേക്ക് വരുന്നു, നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്ന് കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയത്തില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും, അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയുമായിരിക്കും എന്ന് ഞാൻ പറയുന്നു. നീക്കിക്കളയാൻ ദൈവം ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും യുദ്ധത്തിൻ്റെ സിസ്റ്റം കൊടുക്കുമ്പോൾ, ആവർത്തന പുസ്തകം 20 10 തൊട്ട് 15 വരെയും, ആവർത്തന പുസ്തകം 20 16 തൊട്ട് 20 വരെയും എങ്ങനെയാണ് യുദ്ധത്തിന് ശുദ്ധീകരിക്കേണ്ടത്. യുദ്ധം ചെയ്തൊരു ദേശത്തെ പിടിക്കുമ്പോൾ, കാരണം ദൈവം അന്യദൈവ ഇവിടെ ഉണ്ടായിരുന്ന ജാതികൾ മ്ലേച്ഛത ചെയ്തവരാ. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക്, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് നീ കയറുമ്പോൾ എങ്ങനെയായിരുന്നു അത് പിടിച്ചെടുക്കേണ്ടതെന്ന് ദൈവം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ അതുപോലെ ചെയ്തില്ല. അതിൻ്റെ കുറ്റിയും വേരും അവിടെ ഇരുന്നു പാസ്റ്ററെ. അതാണ് പ്രശ്നം. അതാണ് ഇവരെ തകർത്ത് കളഞ്ഞത്. നമുക്കിനകത്തൂടെ പഠിക്കാനുള്ളൊരു കാര്യം, ഭൂമി ഇന്നും സാത്താൻ പിടിച്ചടക്കിയേക്കുക. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ലോകത്തിന്റെ പ്രഭു വരുന്നു, അന്ധകാരം ഭൂമിയെയും, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു. ആത്മീക ഇരുട്ടിനെ കുറിച്ച് സാത്താന്റെ അധികാരത്തിൽ കിടക്കുക. നമുക്ക് ദൈവം തരുന്ന പ്ലേസ്, നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം, ആഴത്തിൽ അതിനെ ശുദ്ധീകരിക്കപ്പെടണം. പക്ഷേ ഒന്നാമത്തെ മോറൽ കറപ്ഷൻസ് നമ്മൾ ചിന്തിച്ചു, ഈ ജാതിയെ നീക്കിക്കളഞ്ഞത്. രണ്ടാമത്തെ ചൈൽഡ് സാക്രിഫൈസ്. മൂന്നാമത്തെ അഡൽട്രി ആൻഡ് ഐഡലട്രി. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 10-ാമത്തെ നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ ചെന്ന എങ്ങനെ ചെയ്യണമെന്നുള്ള സിസ്റ്റം. ഇനിയും ആ യുദ്ധമായിട്ടുള്ള സിസ്റ്റമാണ്. അതിനോട് സമാധാനം വിളിച്ചു പറയണം, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, വൃക്ഷങ്ങളോട് എന്ത് ചെയ്യണം, ഓരോ വർഷം എന്തൊക്കെ ചെയ്യണം, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. 18-ാമത്തെ വാക്യം തൊട്ട് 18-ാം അധ്യായം, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9 തൊട്ട് 22 വരെ പറയുമ്പോൾ 9-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ പഠിക്കരുത്. എന്തൊക്കെയാണ് മ്ലേച്ഛതകൾ? തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവനെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പക്ഷെ താഴോട്ട് പറയുക, ഓരോ പ്രവർത്തികൾ കൊണ്ട് പറയുക, ഓരോ പ്രവർത്തികൾ കൊണ്ട് പറയുക. ഇതുപോലെ വിഗ്രഹാരാധനയും മ്ലേച്ഛതയും, ഇത് രണ്ടും പ്രവർത്തിച്ചവൻ. അടുത്തത് 4-ാമത്തേത് അബോമിനേഷൻസ്, മഹാമ്ലേച്ഛത. ലേവ്യ പുസ്തകം 20-ാം അധ്യായം, ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 27 വരെ. നാലാം വാക്യം, അവൻ തൻ്റെ സന്തതിയെ മോലേക്കിന് കൊടുക്കുമ്പോൾ ദേശത്തിലെ ജനം അവനെ കൊല്ലാതെ കണ്ണടച്ചു കളഞ്ഞാൽ, ഞാൻ അവനും അവൻ്റെ കുടുംബത്തിനും നേരെ ദൃഷ്ടി വെച്ച് അവനെയും അവൻ്റെ പിന്നാലെ മോലേക്കിന് പരസംഗം ചെയ്യാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിനും നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. പക്ഷേ വെളിച്ചപ്പാടന്മാർ ഇങ്ങോട്ട് താഴോട്ട് ലേവ്യ പുസ്തകം 20-ാം അധ്യായം 1 തൊട്ട് 27 വരെ അതിൻ്റെ ലാസ്റ്റ് വേർഡ് 22-ാമത്തെ വാക്യം തൊട്ട് മുമ്പേ വായിച്ചതുപോലെ ലേവ്യ പുസ്തകം 18 വായിച്ചതുപോലെ വലിയൊരു മ്ലേച്ഛതയുടെ ലിസ്റ്റാണ്.
ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന്, ലേവ്യാപുസ്തകം 20:22, ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് ആചരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളൊക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. പക്ഷേ ഈ ജനം ചെയ്ത മ്ലേച്ഛത അതുപോലായിരുന്നു. പക്ഷേ ഈ ജാതികൾ, നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എന്നിട്ട് ദൈവം അടുത്തത്, നിങ്ങൾ എന്ത് ചെയ്യണം? ആഹാരത്തിൽ ശുദ്ധീകരണം, കോഷർ ഫുഡ്, ആഹാരത്തിൽ ശുദ്ധീകരണം. നിങ്ങളുടെ ആരാധനയിൽ വ്യത്യസ്തത. ജീവനുള്ള ദൈവത്തെ അല്ലാതെ, അവൻ്റെ വിശുദ്ധ പ്രമാണമല്ലാതെ വേറൊന്നും നിങ്ങൾ ആചരിക്കല്ല. നിങ്ങൾ ഭൂമിയിൽ വെച്ച് സകല ജാതികളിലും വെച്ച് എനിക്ക് വിശേഷതയുള്ളവരാണ്, പ്രത്യേക സമ്പത്താണ്. നിങ്ങൾ എൻ്റെ വിശുദ്ധ ജനമാണ്. പക്ഷേ ഞാൻ മോറൽ കറപ്ഷൻസ് പറഞ്ഞു, ചൈൽഡ് സാക്രിഫൈസ് പറഞ്ഞു, ഈ ജാതികളെല്ലാം ഐഡലട്രിയും അഡൽട്രിയും പറഞ്ഞു, അബോമിനേഷൻസ് പറഞ്ഞു. അബോമിനേഷൻ്റെ അടുത്ത ലിസ്റ്റ് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുക. അവർ ചെയ്തതിനെക്കുറിച്ച്. നിങ്ങളും അത് തന്നെ ചെയ്തത്. ദിനവൃത്താന്ത പുസ്തകം വരുമ്പോഴത്തേന് രാജാക്കന്മാരുടെ എഴുതിയ നടന്ന പ്രവർത്തികളാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുക. നിങ്ങൾ അമോരിയർ ചെയ്ത മ്ലേച്ഛത ചെയ്തു, ഇത് ചെയ്തു. പക്ഷേ ഇത്രയും മ്ലേച്ഛത ചെയ്ത ഈ ജാതിയാണ് ദൈവം നീക്കിക്കളഞ്ഞത്. ഓക്കെ, അത് മനസ്സിലായി. പക്ഷേ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ആ യുദ്ധങ്ങളെല്ലാം ആ നിലയിൽ നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഇപ്പോഴത്തെ ഈ യുദ്ധം അതൊരു എങ്ങനെ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും? പക്ഷേ ഇപ്പോഴത്തെ യുദ്ധം ഒന്ന് പൊളിറ്റിക്കലി നമുക്ക് കാണാം. ഞാൻ ഇസ്രയേലിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്, നോർമലി ജനറലി നടക്കുന്ന. ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള വാർ, ഇങ്ങനെ പലതരത്തിലുള്ള വാർ, ഇതൊക്കെ പൊളിറ്റിക്കൽ യുദ്ധമുണ്ട്. പക്ഷെ ഇസ്രയേലിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ഇതിനകത്തെല്ലാം പല ഡേറ്റുകളും വന്ന് ഫോൾ ആകുന്നത് ബൈബിളിൻ്റെ സിസ്റ്റത്തോടെ വന്ന് ഫോൾ ആകുന്നത്. ഒന്ന്, ഓരോ ഡേറ്റുകൾ 1967 73 യുദ്ധം, 67 യുദ്ധത്തിൻ്റെ ബാക്കിയാണ്. 73 യുദ്ധത്തിൻ്റെ ബാക്കിയാണ് 2023 ഒക്ടോബർ 7 യുദ്ധം. പക്ഷെ ജൂബിലിയറിൻ്റെ പ്രമാണമാണ്. ഇതെല്ലാം നമുക്ക് അതിൻ്റെ സിസ്റ്റം ഉണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം PPTയും ഡേറ്റുകളും എല്ലാ ഹിസ്റ്ററിയും ചെയ്തു വെച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ യുദ്ധം ഡിക്ലെയർ ചെയ്തു. 6-ാം തീയതി അവരുടെ നോവ ഫീസ്റ്റിലേക്ക്, മ്യൂസിക്കൽ ഫെസ്റ്റിലേക്ക് 1500 പേരെ കൊന്നുകളയും. ഹമാസ് കയറി വന്ന് 1500 പേരെ കൊന്നുകളയും. 251 പേരെ ഹോസ്റ്റേജസ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ ഇസ്രയേൽ ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ അങ്ങോട്ട് കുറച്ചു പേരെ മാത്രമേ ഉള്ളായിരുന്നു കൊന്നുകളഞ്ഞത്. കുറെ 3, 4, 5 പേരെ കൊന്നുകളയും, അങ്ങനെയൊക്കെയുള്ള. ഇത് ഭയങ്കര ഒരു ജെനിസൈഡ് പോലെയായിരുന്നു, ഒരു വംശഹത്യ പോലെയായിരുന്നു. കാരണം ഇത്രയും പേര് കൊന്നുകളയും, 250 പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ ഇസ്രയേൽ യുദ്ധം ഡിക്ലെയർ ചെയ്തു. എന്തും കൊണ്ട് ഇസ്രയേൽ യുദ്ധം ഡിക്ലെയർ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ റബിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ജൂബിലി ഇയറാണ്. ജൂബിലി ഇയർ ആയതുകൊണ്ട് ജൂബിലി ഇയറിന്റെ പ്രമാണം നഷ്ടപ്പെട്ട ലാൻഡ് ഞങ്ങൾക്ക് തിരിച്ചു വരുന്നതാണ്. ഇത് എന്തിന്റെ ജൂബിലി ഇയറാണ്? 1948 മുതൽ കണക്കാക്കിയ ജൂബിലി അല്ലല്ലോ. അല്ല, 1973 ഒക്ടോബർ മാസം 6-ാം തീയതിയാണ് യോങ്കിപ്പൂർ വാർ നടക്കുന്നത്. ഒക്ടോബർ 6 അവിടെ തൊട്ട് കണക്ക് കൂട്ടിയാൽ കറക്റ്റ് ഡേറ്റ് സഹിതവും ദിവസങ്ങൾ സഹിതവും ഞാൻ പറയാം. പക്ഷേ ജൂബിലി ഇയറിന്റെ ഡേറ്റ്, ഇത് ജൂബിലി ഇയർ മനസ്സിലാക്കുമ്പോഴത്തേന് നമുക്ക് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ദൈവം തൻ്റെ ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവമാണ്. എനിമി എന്തൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നാലും അവൻ്റെ പദ്ധതികളെല്ലാം അബദ്ധമാണ്. അത് തന്നെ ഹാമാന്റെ ചരിത്രങ്ങളിൽ കൂടെ കാണുന്നത്. ഹാമാൻ ഒരുക്കിയ രേഖകളും അവൻ്റെ ഡേറ്റുകളും എല്ലാം ദൈവത്തിന് നീക്കാൻ പറ്റും, മാറ്റാൻ പറ്റും. ഇസ്രായേൽ മക്കളുടെ ചരിത്രങ്ങൾ 1897 വിട്ടുകൊണ്ടേ നമുക്ക് പഠിക്കാൻ. 1897 ഈ 1897 സയോണിസം മൂവ്മെന്റ്, ഫസ്റ്റ് വേൾഡ് സയോണിസം കോൺഗ്രസ് നടക്കുന്ന സ്വിറ്റ്സർലൻഡിലാണ്. അന്ന് നടക്കുമ്പോൾ
തിയോഡർ ഹെസ്രൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുമ്പോൾ തിയോഡർ ഹെസ്രൽ ഒരു വേർഡ് പറഞ്ഞു. അന്ന് യൂറോപ്പിന് ഇവരെ വേണ്ട, യഹൂദന് ഒരു പുകയുന്ന കൊള്ളിയ. യഹൂദൻ സക്സസ്ഫുൾ ആയി. യഹൂദനോട് അവരുടെ ബിസിനസ് നിമിത്തവും അവന്റെ ഉയർച്ച നിമിത്തവും അവന്റെ മാന്യത നിമിത്തവും എല്ലാവരും അസൂയ എതിരുമാണ്. പക്ഷേ ഇവർക്കൊരു രാജ്യം വേണമെന്ന് ഇവരുടെ ഉള്ളിൽ തീരുമാനിച്ചു. ഇവരുടെ ഉള്ളിലുണ്ട്. അത് ഓട്ടോമൻ ടർക്ക് എംപയർ അന്ന് ഇസ്രയേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. തുർക്കിയുടെ എംപയർ, ഓട്ടോമൻ ടർക്ക് എംപയർ ഭരിച്ചുകൊണ്ടിരിക്കുക. 1897 ഓഗസ്റ്റ് 31 വേൾഡ് സയോണിസം കോൺഗ്രസ് ഫസ്റ്റ് നടക്കുന്നത്. അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് തിയോഡർ ഹെസ്രൽ. അദ്ദേഹം ഒരു ഹംഗേറിയൻ ജേർണലിസ്റ്റ് ആയിരുന്നു. താൻ ആ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വേൾഡ് സയോണിസം കോൺഗ്രസ് നടക്കുമ്പോൾ അതിനകത്ത് താൻ ഒരു വേർഡ് ഡിക്ലെയർ ചെയ്ത് ഇപ്രകാരമാണ്: ഇന്നത്തെക്കാട്ടിലും 50 years കഴിയുമ്പോൾ നിങ്ങളത് കണ്ടോ? ഞാൻ ഇന്ന് പറയുന്ന എൻ്റെ വേർഡിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടോ? ഞാൻ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ലോകം എന്നെ നോക്കി ചിരിക്കും. പക്ഷേ ഇന്നത്തെക്കാട്ടിൽ 50 years കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ? ഞാൻ ഇന്ന് പറയുന്നതിൻ്റെയും ഇന്ന് ചെയ്തതിൻ്റെയും വാക്കുകളുടെ അർത്ഥം അന്ന് കിട്ടും. അദ്ദേഹം ഭയങ്കര ഒരു വിഷണറി ആയിരുന്നു. പക്ഷേ ഒരിക്കലും ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല യഹൂദനൊരു രാജ്യം കിട്ടുമെന്ന്. ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ തിയോഡർ ഹെസ്രൽ, അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നത്, അദ്ദേഹത്തെ കൂടെ വിളിക്കുന്നത്. സോ ഇദ്ദേഹം പറഞ്ഞ വേർഡ് 1897 ഓഗസ്റ്റ് 31 വേൾഡ് സയോണിസം കോൺഗ്രസ് നടക്കുന്നത്. ഇതിന്റെ റെസൊല്യൂഷൻ സൈൻ ചെയ്യുന്നത് സെപ്റ്റംബർ 1 3-4 ദിവസം കഴിയുമ്പോൾ, ഓഗസ്റ്റ് സെപ്റ്റംബർ 1897 സെപ്റ്റംബർ 1 ഇതിന്റെ റെസൊല്യൂഷൻ സൈൻ ചെയ്യുന്നത്. ഇത് സൈൻ ചെയ്തു. വേൾഡ് സയോണിസം കോൺഗ്രസ് പിരിഞ്ഞു. പക്ഷേ എല്ലാവരും ഇതിനെക്കുറിച്ച് മറന്നു. പക്ഷെ യഹൂദൻ അറിയാം അവന്റെ മടങ്ങി വരവന്റെ സീസൺ. യഹൂദൻ അറിയാം. 50 വർഷം കഴിഞ്ഞു. 50 വർഷം കഴിയുന്നത് വന്ന് നിൽക്കുന്നത് 1947 ഓഗസ്റ്റ് 31. അന്ന് ലോകത്തിൽ ഭയങ്കര ചരിത്രപരമായ ഒരു സംഭവം നടക്കുക. ആ ചരിത്രപരമായ സംഭവം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള UN മീറ്റിംഗ് നടക്കുക. ഒന്നാമത്തെ വേൾഡ് വാർ 1914 തൊട്ടാണ് വരുന്നത്. രണ്ടാമത്തെ വേൾഡ് വാർ എനിക്ക് 45 കഴിഞ്ഞെന്ന് തോന്നുന്നു. 45 കഴിഞ്ഞു. 47 വരുമ്പോഴത്തേക്കിന് UN ഒരു വലിയ മീറ്റിംഗ് നടക്കുക. UN മീറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഇസ്രയേലിനെ രാജ്യമാക്കി തീർക്കണം. UN അകത്ത് പല നേഷൻസിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. പക്ഷേ അന്ന് 1947 ഓഗസ്റ്റ് 31 UN സഭ കൂടുന്നത്. ആ റെസൊല്യൂഷൻ സൈൻ ചെയ്യുന്നത് 1947 സെപ്റ്റംബർ 3. മറ്റേത് സെപ്റ്റംബർ 3, സെപ്റ്റംബർ 1 സെപ്റ്റംബർ 3. സെപ്റ്റംബർ 3 സൈൻ ചെയ്തു. 50 years കംപ്ലീറ്റ് ചെയ്യുക. കൃത്യം ഡേറ്റ്. ഇങ്ങനെ ആർക്ക് ചെയ്യാൻ പറ്റും? പക്ഷേ ബൈബിളിൽ കിടക്കുക. യെരമ്യാവ് പ്രവചിച്ചു 70 വർഷക്കാലം നീ പ്രവാസത്തിൽ പോകും, 70 വർഷക്കാലം കഴിയുമ്പോൾ ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും. യെശയ്യാവ് കോരശിന്റെ ജനനത്തിന് 150 വർഷം മുമ്പേ പ്രവചിച്ചു. കോരശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യും, ആഴിയോട് ഞാൻ വറ്റിപ്പോകാൻ പറയും എന്ന് പറഞ്ഞ് യെശയ്യാ പ്രവാചകനെ കുറിച്ച് 44 പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിനെ BC 606 നെബൂഖദ്നേസർ രാജാവ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇസ്രായേൽ മക്കൾ തിരിച്ചു വരുന്നത് BC 536 70 years കംപ്ലീറ്റ്. രാജാക്കന്മാർ മാറാം, പ്രഭുക്കന്മാർ മാറാം, കാലഘട്ടങ്ങൾ മാറാം, ദൈവത്തിൻ്റെ കണക്ക് മാറത്തില്ല. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. 2 പക്ഷേ 1917 ബ്രിട്ടൻ ഓട്ടോമൻ ടർക്ക് എംപയറിനെ മാറ്റി ഇങ്ങോട്ട് കയറുന്നത്. ഫസ്റ്റ് വേൾഡ് വാറോടുകൂടി ഇങ്ങോട്ട് കയറി. അന്ന് ഓട്ടോമൻ ടർക്കിനെ മാറ്റി കഴിഞ്ഞിട്ട് ബ്രിട്ടന്റെ അന്നത്തെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന ബാൽഫർ, ഡേവിഡ് ആർത്തർ ബാൽഫർ, എങ്ങനെയാ തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, ജെയിംസ് ആർത്തർ ബാൽഫർ, 1917 നവംബർ 2 ബ്രിട്ടന്റെ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ജെയിംസ് ആർത്തർ ബാൽഫർ ഇംഗ്ലണ്ടിലെ ക്യൂവിന് ഒരു ലെറ്റർ എഴുതി. ആ എഴുതി കൊടുത്ത ലെറ്ററൊക്കെ ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. എഴുതിയ ലെറ്ററിനകത്ത് എഴുതിയേക്കാൻ ഈ രാജ്യം ഓട്ടോമൻ ടർക്ക് എംപയറിനെ എന്ന് പിടിച്ച ഈ സ്ഥലം ഇപ്പം നമ്മൾ കോൺകർ ചെയ്തു, ഇത് ഇസ്രയേലിന് മടക്കി കൊടുക്കണം. കാരണം യുദ്ധത്തിൽ ജയിപ്പിക്കാൻ അവൻ്റെ കൈകളും അവൻ്റെ കോൺട്രിബ്യൂഷനും വലുതാണ്. കാരണം ടെക്നോളജി പരമായ കോൺട്രിബ്യൂഷൻ വലുതാണ്. 1917 പറഞ്ഞു
പക്ഷെ സംഭവിച്ചില്ല, കൊടുക്കാൻ പറ്റില്ല. സെക്കൻഡ് വേൾഡ് വാർ വന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് 1917 പറഞ്ഞിട്ടുണ്ട് 50 വർഷം കഴിയുന്നു. ഇതിനകത്ത് നവംബർ 2-ാം തീയതിയാണ് മറ്റേത്. ഇവിടെ നമുക്ക് എക്സാക്റ്റിൽ ഡേറ്റ് കിട്ടുന്നില്ല. 1967 ജൂൺ 5-ന് ഇസ്രായേലിന്റെ യുദ്ധം തുടങ്ങി. ജൂൺ 5-ാം തീയതി ആ യുദ്ധത്തിന് വിളിക്കുന്ന പേരാണ് 6 Day War. പക്ഷേ 50 years നാസറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇസ്രയേലിനെ ഒരു ജാതിയാകാതെ വണ്ണം, സങ്കീർത്തനത്തിലെ വാക്യം, ഇവനെ തുടച്ചു കളയുക. യുദ്ധം എന്നും ലോകരാജ്യങ്ങൾക്ക് തകർച്ചയും നഷ്ടവും എല്ലാം ജീവൻ അപായപ്പെടുകയും എല്ലാം ചെയ്യുമ്പോൾ ഇസ്രയേലിന് യുദ്ധം എന്നും അനുഗ്രഹം. 50 വർഷം കംപ്ലീറ്റ് ആകുക. 1967 വരുമ്പോൾ UN ലെറ്റർ എഴുതി കഴിഞ്ഞതിന് ശേഷം, ജെയിംസ് ആർത്തർ ബാൽഫറിന്റെ ലെറ്റർ എഴുതിയതിനു ശേഷം 50 വർഷം കംപ്ലീറ്റ് ചെയ്ത്. ഇതും എങ്ങനെ ഡേറ്റ് വന്നു? ഇതൊക്കെ ദൈവം പറഞ്ഞിട്ടല്ലല്ലോ ഇവരാരും യുദ്ധത്തിന് വരുന്നത്. ശത്രുവിന്റെ സമയം വരും അവനെ അനുവദിക്കുന്നതാണ്. അത് കഴിഞ്ഞു 1967 യുദ്ധത്തിൽ ഇസ്രയേല് ഒരു ജെറുസലേമിന്റെ ഒരു ഭാഗം കൂടെ പിടിച്ചു. ഈസ്റ്റ് ജെറുസലേം കിട്ടിയെങ്കിലും മറ്റേ ജെറുസലേം, ബാക്കിയുള്ള ടെമ്പിൾ മൗണ്ട് ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇസ്രയേൽ അന്ന് സീനായി പെൻസുലേം പിടിച്ചു. സീനായി പെൻസുലേം കുറേ സ്ഥലങ്ങളും കൂടെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഈജിപ്തിന് ഭയങ്കരമായിട്ട് സ്ഥലം നഷ്ടമായി. സീനായുടെ ബഹുഭൂരിപക്ഷം പിടിച്ചു പാസ്റ്റേ. അതിന്റെ പിടിക്കാനുള്ളതിനെ കാരണം സൂയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട 1956 തൊട്ട് ഒരു യുദ്ധത്തിന്റെ പ്രശ്നം നടക്കുന്നുണ്ട്. അതും കൂടെ അവർ പിടിച്ചു. അവർക്കറിയാം ഈ സൂയസും കൂടെ പിടിച്ചെങ്കിലേ അവർക്ക് പല കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇതും കൂടെ ഈജിപ്തിന് തിരിച്ചു പിടിക്കണം. ഈജിപ്ത് തിരിച്ചു പിടിക്കാൻ രണ്ടാമത് അവർ യുദ്ധത്തിന് ആലോചിച്ച് 5 രാജ്യങ്ങൾ ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വന്ന ദിവസം ഇസ്രയേലിൻ്റെ ഫീസ്റ്റിൻ്റെ സമയത്ത് ആ വാക്ക് പുറപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. പുറപ്പാട് 34 കിടപ്പുണ്ട്. പുറപ്പാട് 34-ാമത്തെ ഒരു വാക്യ വർഷം ഇത്. ആ വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് കാണുന്നത്. ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന ദേശത്തെ ഞാൻ ജാതികളെ നീക്കിക്കളയുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ വാക്യം 23 വരുമ്പോൾ, സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായ കർത്താവിൻ്റെ മുമ്പാകെ വരണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു, നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. പക്ഷേ അവിടെ പറഞ്ഞേക്കുന്നത് ഈ 2 വാക്യത്തിനകത്ത് ദൈവത്തിൻ്റെ കമാൻമെൻറ്റുമുണ്ട്, ദൈവത്തിൻ്റെ വാണിംഗുമുണ്ട്. എന്തുവാ കമാൻമെൻറ്റ്? സംവത്സരത്തിൽ 3 പ്രാവശ്യം നീ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കൽ കയറി വരണം, അവനെ ആരാധിക്കേണ്ടതിന്. എന്ന് വെച്ചാൽ സംവത്സരത്തിൽ 3 പ്രാവശ്യം പള്ളി വന്നാൽ മതിയെന്നല്ല. സംവത്സരത്തിൽ 3 പ്രാവശ്യം വരുന്നതെന്നുള്ള വേർഡിന്റെ അർത്ഥം 3 ഫീസ്റ്റാണ്. ഒന്നാമത്തെ ഫീസ്റ്റ് പെസഹ. പെസഹായുടെ അന്ന് നീ കയറി വരണം. 2 പെൻഡക്കോസിന്റെ അന്ന് കയറി വരണം. 3 കൂടാര പെരുന്നാളിന് കയറി വരണം. 3 ഫീസ്റ്റിന് നീ കയറി വരണം. നീ കയറി വന്നിരിക്കുമ്പോൾ, പക്ഷേ ഇതിന്റെ ചരിത്രം അല്പം ഒന്ന് അറിയണം. ഇസ്രായേൽ മക്കളുള്ളത് ഇപ്പൊ മരുഭൂമിയിലാണ്. ടാബർനാക്കിളിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ. 12 സ്ക്വയർ മൈലിലാണ് ഇസ്രായേൽ മക്കൾ പാളയം അടിച്ച് താമസിക്കേണ്ടത്. 12 സ്ക്വയർ മൈൽ. ടാബർനാക്കിൾ ഇവരുടെ സെൻട്രലാണെങ്കിൽ 12 സ്ക്വയർ മൈലാണ്. ഇസ്രായേൽ മക്കളുടെ പുരുഷന്മാരോടാണ് ദൈവം പറയുന്നത്, 20 വയസ്സോട്ട് മുകളിലോട്ടുള്ള പുരുഷന്മാരോടാണ് ദൈവം പറയുന്നത്, നീ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കൽ കയറി വരണം എന്ന് പറഞ്ഞാൽ ടാബർനാക്കിളിൽ വരണം. ദൈവം അവരുടെ മധ്യേ ഉള്ളത്, ടാബർനാക്കിളിൽ വരണം. ഈ പുരുഷന്മാരെല്ലാവരും യുദ്ധസന്നദ്ധരായുള്ളവർ ഇവിടെ സെൻട്രി വന്നു കഴിഞ്ഞാൽ, പക്ഷെ മിനിമം ഒരു 4 സ്ക്വയർ കിലോമീറ്റർ ഒരു സൈഡിലോട്ട് കാണും. ടോട്ടലി 12 സ്ക്വയർ മൈല, ഇത്രയും കിലോമീറ്റർ അല്ല മൈല. ഒരു 4 കിലോമീറ്റർ അകത്തേക്ക് കയറി വന്നാൽ അവിടെ ഇപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ. ഇത് ഇവരുടെ പുരുഷന്മാരുടെ അകത്തൊരു ചിന്ത കാണാം. ദൈവം പറയുക, നീ എൻ്റെ അടുക്കലേക്ക് എന്നെ ആരാധിക്കാനാ കയറി വരുന്നതെങ്കിൽ ആ സമയത്ത് നിന്റെ ദേശം യാതൊരുത്തനും മോഹിക്കത്തില്ല. ഞാൻ നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നിന്റെ ദേശം അന്ന് ആരും മോഹിക്കത്തില്ല. ഇസ്രായേൽ മക്കളുടെ കമാൻമെന്റ് സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷപ്രജയെല്ലാം നിർബന്ധമായി വന്നിരിക്കണം. അന്നേരം ബൗണ്ടറിയിൽ ആരുമില്ല. 1973 ഒക്ടോബർ മാസം 6-ാം തീയതി യോം കിപ്പൂർ ഫീസ്റ്റ്. ആ ഫീസ്റ്റിന്റെ അന്ന് ഇസ്രായേൽ മക്കളുടെ പട്ടാളക്കാരും ജനറൽമാരും എല്ലാം ഇവിടെ വരണം, യെരുശലേമിൽ വരണം. അന്ന് യെരുശലേമി വരണം. ഇവർക്ക് അന്ന്
ഇവർക്ക് സമാഗമന കൂടാരം ഒന്നുമില്ല. പക്ഷെ ഇവർക്ക് യെരുശലേമിൽ വരണം. ഇവർ യെരുശലേമിൽ വന്നിരിക്കുമ്പോഴാണ് മുഹമ്മദ് അബ്ദുൽ നാസർ ഡേറ്റ് തെരഞ്ഞെടുത്തത്. ഇത് ഈ പ്രമാണവുമായിട്ട് ഫോളോ ആകുന്ന ഇസ്രായേൽ മക്കൾക്ക് അറിയാതെ, അവർക്കിതറിയാം. കാരണം എന്തും ആക്രമിക്കാൻ തെരഞ്ഞെടുക്കുന്നത് കൃത്യം അവരുടെ അജണ്ടയുണ്ട്. അവർക്ക് ഈ പ്രമാണം അറിയാം. ബൈബിളിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തൊരു കമാൻഡ്മെന്റ് ഉണ്ട്. നീ എന്നെ ആരാധിക്കാനായിരിക്കണം വരേണ്ടത്, എന്നെ ആരാധിക്കാനല്ല വന്നതെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിത്വമില്ല. 2023 ഇസ്രായേൽ മക്കൾ വന്നത് ദൈവത്തെ ആരാധിക്കാനല്ല. അവരുടെ മ്യൂസിക്കൽ ഫെസ്റ്റിവൽ ഡ്രഗ്സും മ്യൂസിക്കുമായിട്ടുള്ള പാർട്ടിയാണ് നോവ പാർട്ടി. അതിനാ വന്ന് ദൈവം ചിലത് അനുവദിക്കുന്നതിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. പക്ഷേ 1973 ഒക്ടോബർ 6 തൊട്ട് യോങ്കിപ്പൂർ വാർ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ 50 വർഷം കംപ്ലീറ്റ് ആകുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ ഡേറ്റ് ചെയ്ത് വെച്ചേക്കാം, 2023 ഒക്ടോബർ 7. ലീപ്പ് ഇയേഴ്സ് മാറ്റിക്കളഞ്ഞാൽ പോലും 1967 ജൂൺ 5 തൊട്ട് ഒന്നാമത്തെ യുദ്ധം തൊട്ട് 1973 ഒക്ടോബർ 6 വരെയുള്ള ഈ 2 യുദ്ധങ്ങളുടെ ഇടയിലുള്ള ദിവസങ്ങൾ ലീപ്പ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ ലീപ്പ് ഇയേഴ്സ് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ 2315 ദിവസം വരും. 1967 ജൂൺ 5 യുദ്ധം തുടങ്ങുന്നത്. ഇവിടുത്തെ യുദ്ധം തുടങ്ങുന്ന ഒക്ടോബർ 6. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 2315 ദിവസം വരും. 1967 ജൂൺ 5 തൊട്ട് എന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങിയ ദിവസം തൊട്ട് 2017 ജൂൺ 5. 2017 ജൂൺ 5 എന്തോന്ന് അറിയാമോ? അന്ന് ഡൊണാൾഡ് ട്രംപാണ് ഭരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന്റെ ക്യാപിറ്റൽ ടെല്ലവീവിൽ നിന്ന് യെരുശലേമിലേക്ക് മാറ്റാനുള്ള അവരുടെ കോൺസെപ്റ്റ്, അവരുടെ നിയമം എഴുതുന്നത് ഡിസംബറിലാണ്, സൈൻ ചെയ്യുന്നത് ഡിസംബറിലാണ്. പക്ഷേ ഇതിന്റെ നിയമം അവരുടെ നിയമസഭ കൂടുന്നത് 2017 ജൂൺ 5 ട്രംപിന്റെ നേതൃത്വത്തിൽ കൂടി. ഈ 2 ഹിസ്റ്റോറിക്കൽ ഡേറ്റുകൾ തമ്മിലുള്ള ദിവസം 18,263 ദിവസമാണ് ഈ 2 ദിവസം. പക്ഷേ ഈ 2 ദിവസങ്ങൾ 2315 ദിവസവും ഇത് രണ്ടും കൂടെ കണ്ടല്ലോ. ഇനി 2017 ജൂൺ 5 തൊട്ട് അമേരിക്കയുടെ പാർലമെന്റ് അല്ലെങ്കിൽ അവരുടെ സഭ കൂടി ഇസ്രയേലിനെ യെരുശലേമാക്കുക, ടെല്ലവീവിനെ മാറ്റി യെരുശലേമാക്കുക, അവരുടെ എംബസി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ദിവസം കൂടുന്ന ദിവസം അവിടെ തൊട്ട് 2315 ദിവസം കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെ വന്ന് നിൽക്കുന്നു ഒക്ടോബർ 7. 1973 ഒക്ടോബർ 6 തൊട്ട് മുമ്പേ നമ്മൾ കണ്ട 18,263 ദിവസം കാൽക്കുലേറ്റ് ചെയ്താലും വന്നു നിൽക്കുന്ന ഈ ദിവസം മനസ്സിലായി. അന്നാണ് ഹമാസിന്റെ ആക്രമണം. അല്ല, 6-ാം തീയതി ഹമാസിന്റെ ആക്രമണം, 7-ാം തീയതി ഇസ്രയേൽ യുദ്ധം ഡിക്ലെയർ ചെയ്തു. അന്ന് യഹൂദന്റെ ഒരു റബി പറയുന്ന ഒരു വേർഡ് ഞാൻ കേട്ടതാണ്. ഞാനിത് യഹൂദന്മാരുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ യഹൂദന്മാരുടെ റബി എന്ന് പറയാം, ഇത് ഞങ്ങളുടെ ജൂബിലി ഇയറാണ്. ആഫ്റ്റർ ദിസ് വാർ ജൂബിലി ഇയർ എന്തുവാ? നഷ്ടപ്പെട്ട സ്ഥലം തിരിച്ചു വരണമെന്നാണ്. പക്ഷേ സ്പിരിച്വൽ ആണ് ദൈവത്തിന്റെ ജൂബിലി ഇയർ. ദൈവത്തിന്റെ ജൂബിലി ഇയർ എന്ന് പറഞ്ഞാൽ ആത്മീകമാണ്, ദൈവം വെച്ച പ്രമാണമാണ്. ഈ യുദ്ധം കഴിയുമ്പോൾ ഗസ വിൽ ബി അവേഴ്സ്. കാരണം 73 50 വർഷം മുമ്പേ ഈ ഇന്നുള്ള പാലസ്തീൻ ആൾക്കാരെയെല്ലാം ഗസായിലേക്ക് മാറ്റി UN പീസ് കവനന്റ് പ്രകാരം അങ്ങോട്ട് ഇസ്രയേൽ കൊടുത്തതാ. ഇസ്രയേലിന്റെ സ്ഥലമാണ്, അവരങ്ങോട്ട് കൊടുത്തതാ. എക്സാക്ട്ലി 50 വർഷം കഴിഞ്ഞപ്പം ഈ യുദ്ധവും ഈ ഒരു പ്രശ്നങ്ങളും എല്ലാം വന്ന്, കാരണം യഹൂദൻ അറിയാം 50 ഇയേഴ്സ് എത്തുമ്പോഴത്തേക്കിന് അവൻ്റെ നേരെ വരുന്ന പല പ്രതിസന്ധികളും. പക്ഷേ എക്സാക്ട്ലി ഈ 2 കാൽക്കുലേഷൻ വന്ന് നിൽക്കുന്ന ഒക്ടോബർ 7. 2023 ഒക്ടോബർ 7 അവർ ഡിക്ലെയർ ചെയ്ത ഗസ വിൽ ബി അസ് ആഫ്റ്റർ ദിസ് വാർ. പക്ഷെ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഗസ ഇന്നും ഒരു അനിശ്ചിതത്വത്തിൽ കിടക്കുക. ട്രംപിന് വേണമെന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നുവരെയും പൂർത്തിയായിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞതാ, ഇന്നിപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നമ്മുടെ ആ വിഷയത്തിലേക്കൊന്ന് മടങ്ങി വരാം. എന്തുകൊണ്ട് അനുവദിക്കുന്നു? പക്ഷേ ഹൈലി മോറൽ കറപ്ഷൻസും ചൈൽഡ് സാക്രിഫൈസും കൊടിയ മ്ലേച്ഛതകളും ഐഡൽ വർഷിപ്പും അതിനോട് ബന്ധപ്പെട്ട അബോമിനേഷൻസ്, ഇങ്ങനെയുള്ള ഈ ജാതികളെല്ലാം ഇസ്രായേൽ മക്കളോട് നീക്കിക്കളയാൻ പറഞ്ഞു. ചില ജാതികളെ ദൈവം പറഞ്ഞു, അത് ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് കൊടുത്തേക്കുന്നതാണ്, ഏശാവിന് കൊടുത്തേക്കുന്നതാണ്.
എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നീ ആ പർവ്വതം എടുക്കണ്ട, അത് ഞാൻ ഏശാവിന് കൊടുത്തേക്കുന്നത്. പക്ഷേ മ്ലേച്ഛതയ്ക്കകത്ത് വീണ ജാതികളെയാണ് ദൈവം നീക്കിക്കളഞ്ഞത്. പക്ഷെ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള മറുപടി ഇതാ, ദൈവം പാപം കണ്ടാൽ ശിക്ഷിക്കും. കാരണം ജാതി വ്യത്യാസമല്ല, മനുഷ്യർ സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഏത് കളറിലുള്ളതായാലും ഏത് രീതിയിലുള്ളതായാലും ഒരു സുപ്രീം അതോറിറ്റി മുകളിലുണ്ട്. ആ സുപ്രീം അതോറിറ്റി നീതിമാനായ വിശുദ്ധനായ ദൈവമാണ്. ദൈവം പാപത്തെ കണ്ടാൽ ശിക്ഷിക്കും. ഇസ്രയേൽ മക്കളോടും ദൈവം വാൺ ചെയ്യുന്നുണ്ട്. ഈ ദേശം അതിൻ്റെ നിവാസികളെ ഛർദ്ദിച്ച് കളഞ്ഞതുപോലെ നീ ചെയ്താൽ നിന്നെയും ഈ ദേശം ഛർദ്ദിച്ചു കളയും. അപ്പം ഇത്രയും കൊടിയ മ്ലേച്ഛത ചെയ്യുന്നവരെ, ഇത്രയും കൊടിയ പാപത്തിൽപ്പെട്ടവരെ, പക്ഷെ സമൂഹത്തിൽ അവരെ കൊണ്ടു നടന്നാൽ ദൈവത്തിനറിയാം വിശുദ്ധ സന്തതി കറപ്റ്റഡായി പോവും. മനുഷ്യകുലത്തിന് ഇവരൊരു ഭീഷണിയാണ്. കാരണം ഇവരതുപോലെ പൈശാചിക ശക്തികൾക്ക് വേണ്ടി അവരെയും അവരുടെ ശരീരവും അവരുടെ സകല സിസ്റ്റവും അവർ വിറ്റ് കളഞ്ഞു. ഒരു പുരുഷനെയാകട്ടെ, ഒരു സ്ത്രീയാകട്ടെ, ഒരു മൃഗത്തെ ആകട്ടെ അവർ വെച്ചേക്കാതെ, ബൈബിളിൻ്റെ ഭാഷയെ പറഞ്ഞ പച്ച വൃക്ഷങ്ങളുടെ സകല ചുവട്ടിലും ഉയർന്ന കുന്നുകളുടെ സകല മുകളിലും പോയി ഇസ്രായേൽ മക്കളും മ്ലേച്ഛത ചെയ്തു. ആ മ്ലേച്ഛത വന്നത് ഇത് മുമ്പേ നീക്കിക്കളഞ്ഞ ജാതികളുടെ സിസ്റ്റമാണ്. പക്ഷെ ഇത്രയും മ്ലേച്ഛത ചെയ്ത ജനത്തെ ദൈവം യുദ്ധത്തിൽ കൂടെ മാറ്റിക്കളഞ്ഞു. ഇത് നീതിമാനായ ദൈവം പാപത്തെ കണ്ടാൽ ശിക്ഷിക്കുന്നതാണ്. ഒരു ഗവൺമെൻറ്, ഒരു കോടതി തെറ്റ് കണ്ടാൽ ശിക്ഷിക്കും. ഒരു മാതാവും പിതാവും തെറ്റ് കണ്ടാൽ മക്കളെ ശിക്ഷിക്കും. സകലത്തിൻ്റെയും സുപ്രീം അതോറിറ്റിയായ ദൈവം ശിക്ഷിക്കാതെ വിട്ടാൽ ഇന്ന് പറയുന്നവർ പറയും നിങ്ങളുടെ ദൈവം കറപ്റ്റഡ് ജഡ്ജാന്ന് പറയും. കാരണം കൈക്കൂലി മേടിച്ചിട്ട് ന്യായത്തെ മറിച്ചു കളയുന്ന, സമ്മാനത്തെ മേടിച്ചിട്ട് ന്യായത്തെ മറിച്ചു കളയുന്ന ദൈവമാണെന്ന് പറയും. പക്ഷെ നമ്മുടെ ദൈവം ന്യായത്തെ മറിച്ചു കളയുന്ന ദൈവമല്ല. അവൻ്റെ മുമ്പിൽ സ്വർഗം പോലും പരിശുദ്ധമല്ല. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, അവൻ വിശുദ്ധൻ. നമ്മളെയും അവൻ വിളിച്ചിരിക്കുന്നത് നമ്മളെല്ലാ അളവിലും വിശുദ്ധരാകാനും. ദൈവം അതുകൊണ്ടാണ് പാസ്റ്ററെ യുദ്ധം അനുവദിച്ചത്. ദൈവം നീതിയില്ലാതെ യാതൊന്നും ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം ഇത് ചെയ്തു. ഓക്കെ, അവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ നീതിയിൽ ഇസ്രായേലിന് വേണ്ടി അല്ല ഇസ്രായേലിനെ കൊണ്ട് ആ യുദ്ധം ചെയ്യാൻ അനുവദിക്കുന്നു, നടക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികളാണ് ലോകത്തിൽ പൂർണ്ണമായും നടക്കേണ്ടത്. അതെ. അപ്പോൾ തന്നെ ഒരു വലിയ ജനവിഭാഗം അതുകൊണ്ടുള്ള വേദനകളിലൂടെ കടന്നു പോവുക. ലോകം മുഴുവൻ അതിൻ്റെ വേദന അനുഭവിക്കുക. നേരിട്ട് യുദ്ധത്തിൽ ഇടപെടാത്ത ആളുകൾ, അല്ലെങ്കിൽ നേരിട്ട് ഈ പാപങ്ങളിലൊന്നും ഇടപെടാത്ത ആളുകൾ എല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ എല്ലാം ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു പ്രാദേശികമായ ഒരു യുദ്ധം മാത്രമല്ലിത്, ലോകത്തെ മുഴുവൻ സ്പർശിക്കുന്ന ഒരു യുദ്ധമായിട്ട് മാറിയിരിക്കുക. ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കുക, ഈ യുദ്ധത്തെക്കുറിച്ച് ബൈബിൾ കൃത്യമായി പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്താണ് ഒരു പ്രഡിക്ഷൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പക്ഷേ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറാനും ഇസ്രയേലുമായിട്ട് നടക്കുന്ന യുദ്ധം ഇതിവിടം കൊണ്ടൊന്നും തീരത്തില്ല. കാരണം ഇസ്രയേലിൻ്റെ വിഷയം ഇതിങ്ങനെ പുകഞ്ഞു കിടക്കും. ഇപ്പം താൽക്കാലികമായിട്ട് യുദ്ധം നിൽക്കാം, ഇത് വീണ്ടും പുകയും. ഇസ്രയേലിൻ്റെ വിഷയം ഇത് സ്പിരിച്വൽ വിഷയമാണ്. ഇതിനകത്ത് നമ്മുടെ കർത്താവ് കൈവച്ച് കർത്താവിൻ്റെ സമയം എത്തുമ്പോൾ കർത്താവിൻ്റെ സിസ്റ്റത്തിലേക്ക് വരാതെ ഇതിനകത്ത് ഒരു പൂർണ്ണതയും നടക്കത്തില്ല. ഇന്നിപ്പം താൽക്കാലികമായിട്ട് നമുക്ക് പറയാം, ട്രംപ് ഹോർമൂസ് കടലിടുക്കിൻ്റെ ആ വിഷയം വെച്ചുകൊണ്ട് പിൻവാങ്ങുന്നതൊക്കെയുള്ള ന്യൂസ് വരുന്നു. ഇതൊക്കെ പൊളിറ്റിക്കലി സംഭവിക്കാം. പക്ഷേ ഇസ്രയേലിൻ്റെ വിഷയം ഇത് തീരത്തില്ല. യുദ്ധം അവസാനിക്കുന്നില്ല. ഇസ്രയേൽ കുത്തിയവനെങ്കിലേക്ക് നോക്കുന്നിടം വരെ ഇസ്രയേലിന് സമാധാനം കിട്ടത്തില്ല. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യുദ്ധങ്ങളുടെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത്, കാരണമെന്ന് പറയുന്നത് ദൈവം അതിനെ അനുവദിക്കുന്നു എന്നുള്ളതാണ്. അത് അനുവദിക്കുന്നതിനുള്ള കാരണമാണ് പാസ്റ്റർ റോയ് മാത്യു നമ്മളോട് പറഞ്ഞത്. കഠിനമായ പാപങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ ചില ജാതികളുടെ രീതികൾ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി, അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഭക്തിയുടെ ഒക്കെ ഭാഗമായി അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന സാത്താന്യമായ ആരാധനാരീതികളും ലൈംഗിക പാപങ്ങളും ഒക്കെ ദൈവം ഒരു കാലത്തും ക്ഷമിക്കാത്തതാണ്.
ആ പാപങ്ങൾ മൂലമാണ് അവരെ ദേശത്തു നിന്ന് നീക്കിക്കളയുവാൻ ഇസ്രായേലിനോട് ദൈവം കൽപ്പിച്ചത്. പക്ഷേ ഇസ്രായേൽ അത് പൂർണ്ണമായും ആ കാര്യത്തിൽ പൂർണ്ണ വിജയം വരിച്ചില്ല എന്നുള്ളത് അവരുടെ ജീവിതകാലത്ത് മാത്രമല്ല തലമുറകളിലേക്ക് ഈ യുദ്ധങ്ങൾ തുടരുവാനുള്ള കാരണമായി മാറി എന്നാണ് റോയ് പാസ്റ്റർ നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനമാക്കി ഓർപ്പിച്ചിരിക്കുന്നത്. ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവം യുദ്ധങ്ങളെ അനുവദിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും ലോക ചരിത്രത്തിൽ ഇങ്ങനെ കാലഘട്ടങ്ങളിൽ നിറവേറിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവദാസൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ ക്രിസ്തുവിങ്കലേക്ക് കുത്തിയവെങ്കിലേക്ക് ഇസ്രായേൽ ജനത നോക്കുന്ന ആ അവസാന നിമിഷം വരെ ഈ യുദ്ധത്തിൻ്റെ ഒരു ലെയർ ഇങ്ങനെ ലോകത്തെ എപ്പോഴും അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. എങ്കിലും ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യുവാൻ ദൈവം നമുക്ക് ബുദ്ധിയും ജ്ഞാനവും പരിശുദ്ധാത്മാവിലുള്ള അറിവും തന്നിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടുതൽ വായിക്കുക, കൂടുതൽ പഠിക്കുക. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ രേഖപ്പെടുത്തുക. റോയ് പാസ്റ്ററുമായിട്ടുള്ള സംഭാഷണങ്ങൾ തുടരുന്നതായിരിക്കും. ആ സന്ദർഭങ്ങളിൽ കൃത്യമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് നൽകുവാൻ പറ്റുന്ന ഉത്തരങ്ങൾ അദ്ദേഹം നൽകുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. ഒരിക്കൽ കൂടെ പറയട്ടെ, ഹല്ലേലൂയ ന്യൂസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഴമായ ദൈവവചന പഠനത്തിനും ലോകമെങ്ങും നടക്കുന്ന ക്രിസ്തീയ വാർത്തകളുടെ വിശകലനങ്ങൾക്കും ഇൻഫർമേഷനും വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സോ മച്ച്.